ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് മുമ്പായിട്ട് നമുക്ക് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള SCERT NCERT ചാപ്റ്റേഴ്സ് പഠിച്ച് തുടങ്ങാം. അതിനൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ക്ലാസ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 1157 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് അല്ലേ? അതുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT NCERT ചാപ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ പ്രധാനമായിട്ടും പഠിച്ചിരിക്കുന്നത് അഡീഷണൽ പോയിൻറ്റ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കണ്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഏതാണ്? യൂറോപ്യന്മാരുടെ വരവാണ്. നമുക്കറിയാം കേരള ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇന്ത്യ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും യൂറോപ്യന്മാരുടെ വരവിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും, അതായത് കേരളവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളും ഈ യൂറോപ്യന്മാരുടെ വരയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ ചോദ്യം കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും ഈ ചോദ്യം കാണാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പാഠഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പഴയ SCERT നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പുതിയ SCERTയും NCERTയും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് വീഡിയോസ് ഒന്നും കൂടിയും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് വീഡിയോസ് ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മൾ വേൾഡ് ജിയോഗ്രഫി NCERT ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ എല്ലാ NCERT ചാപ്റ്റേഴ്സും നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ യൂറോപ്യന്മാരുടെ വരവ് നമുക്ക് പഠിക്കണം, യൂറോപ്യന്മാരുടെ സംഭാവന പഠിക്കണം. കേരള ഹിസ്റ്ററിയുടെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഹിസ്റ്ററിയിൽ പ്രധാനമായിട്ടും നമുക്ക് ബ്രിട്ടീഷ് ചരിത്രമാണ് പഠിക്കാനായിട്ടുള്ളത്, ബ്രിട്ടീഷ് ആധിപത്യമാണ് പഠിക്കാനായിട്ടുള്ളത്. അതും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ യൂറോപ്യന്മാരിൽ ആരൊക്കെയാണ് വരുന്നത്? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, അതുപോലെ തന്നെ ഫ്രാൻസുകാർ. ഇവർ നാല് പേരാണ് വരുന്നത് അല്ലേ? നമുക്ക് ബ്രിട്ടീഷുകാരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. ഇന്ത്യ ഹിസ്റ്ററിയിൽ പ്രധാനപ്പെട്ട യുദ്ധങ്ങളൊക്കെ ഉണ്ട്, അതും നമുക്ക് കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ തരും. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് പോയിൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും നോക്കാം. അത് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് അധിനിവേശവും ചെറുത്തുനിൽപ്പുമാണ്. ഈ ഒരു ചാപ്റ്ററിലാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് യൂറോപ്യന്മാരുടെ വരവിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. കഴിഞ്ഞ SCERT, പഴയ SCERT നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ബ്രിട്ടീഷുകാരെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ടും പഠിക്കാനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്താ ഇവിടെ പറയുന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിലായിരുന്നു. 18 മാസങ്ങൾക്ക് ശേഷം അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ചിൽ 2ാം ദൗത്യം ആരംഭിച്ചു. മടക്കി യാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു. പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിൻ്റെ 95% അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ കപ്പൽ എവിടേക്ക് വരുന്നത്? ഈസ്റ്റ് ഇൻഡീസിലേക്കാണ് വരുന്നത്. 1601 ഏപ്രിലായിരുന്നു. അങ്ങനെ 18 മാസങ്ങൾക്ക് ശേഷം വീണ്ടും വരാണ് അസെൻഷ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്ന് പറയുന്ന 4 കപ്പലുകളാണ് വരുന്നത്. അപ്പോൾ ഈ 4 കപ്പലുകളും സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റു ഉൽപ്പന്നങ്ങളായിട്ട് മടങ്ങിയെത്തി. അപ്പോൾ സുമാത്രയിൽ നിന്ന് പോയിട്ട് എന്താണ് കുരുമുളകും മറ്റു സാധനങ്ങളൊക്കെ ആയിട്ട് മടങ്ങിയെത്തിയിട്ടുണ്ട്. പിന്നീട് വീണ്ടും എന്താണ് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ച് 2 ദൗത്യം ആരംഭിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? മടക്കി യാത്രയിൽ ഹെക്ടറും സൂസനാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഹെക്ടറും സൂസനും വരുന്ന സമയത്ത് സൂസൻ എന്ത് ചെയ്തു? സൂസൻ എന്ന് പറയുന്നൊരു കപ്പൽ എന്താണ് കടലിൽ വെച്ച് തകരാണ്. പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കി. പക്ഷെ എന്നാലും എന്താണ് ആ ഒരു കപ്പലിലുള്ള ആൾക്കാരെ രക്ഷിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലേക്ക് എത്തി.
കമ്പനിയുടെ ലാഭം മുടക്കുമുതലിൻ്റെ 95%. 95% ലാഭം കിട്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ 4 കപ്പലുകൾ പഠിച്ചു വെച്ചിരിക്കുക. ഏതൊക്കെയാണ്? ഹെക്ടറും, സൂസനും, അസെൻഷനും, ഡ്രാഗണും അല്ലേ. ഇവർ ആദ്യം തന്നെ ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? യാത്രകൾ ആരംഭിക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം മെയിനായിട്ട് ഈ 4 കപ്പലുകളാണ് വരുന്നത്. ഈ 4 കപ്പലുകൾ വന്നാലും എന്ത് സംഭവം? ആദ്യം വന്നപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാം കൊണ്ട് പോയില്ലേ. രണ്ടാമത് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഹെക്ടറും സൂസനും എന്താണ് കപ്പലിലെ ഹെക്ടർ സൂസൻ എന്ന് പറയുന്ന കപ്പൽ എന്ത് ചെയ്യാണ്? കടലിൽ വെച്ച് തകരാണ്. അങ്ങനെ കുറേ പേര് മരണപ്പെടാണ്. എന്നാലും ബാക്കി 2 കപ്പലുകളുണ്ടല്ലോ, ഈ 2 കപ്പലുകളും തിരിച്ച് മടങ്ങിയെത്തി. അപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? മുടക്കുമുതലിനേക്കാളും എത്രയാണ്? 95% ലാഭം കിട്ടിയിട്ടാണ് അവർ പോകുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളെയാണ് ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞത്. വ്യാപാര ബന്ധത്തിനായി ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച് പിൽക്കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ വ്യാപാര പരിശ്രമങ്ങളുടെ വിവരണമാണ് നമ്മൾ വായിച്ചത്. ഇത്രയും ബുദ്ധിമുട്ടേറിയ വ്യാപാരത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഇവർ വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളുമായിട്ട് വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. എന്താ പറയുന്നത്? ആദ്യം തന്നെ യൂറോപ്യർക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് വ്യാപാര ബന്ധമുണ്ട്. അതിൽ ആരും വരുന്നുണ്ട്? ഏഷ്യയും വരുന്നുണ്ട്. ഏഷ്യയിലാണ് നമ്മുടെ ഇന്ത്യ വരുന്നത് അല്ലേ. ഈ ബന്ധങ്ങൾ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. അപ്പം ഈ വ്യാപാര ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് വ്യാപാരം നന്നായി നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യാണ്? യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്ക് ഒരു സമുദ്രപാത കണ്ടുപിടിക്കുകയാണ് അല്ലേ. സമുദ്രപാത കണ്ടുപിടിക്കുന്നതിലേക്ക് നയിക്കുകയാണ്. അതിന് പ്രധാനമായിട്ടും എന്തൊക്കെ കാരണങ്ങളാണ്? പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി. അപ്പോൾ കപ്പൽ നിർമ്മാണത്തിൽ ഇവർക്ക് എന്താണ്? നല്ല കഴിവുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിനാൽ തന്നെ ഇവർ എന്ത് ചെയ്തു? വ്യാപാര ബന്ധത്തിനായിട്ട് കപ്പലുകളെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്, യൂറോപ്പിൽ കുരുമുളകടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഇവരെ സ്വാധീനിച്ച ഘടകങ്ങളെന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയാം? യൂറോപ്യന്മാർക്ക് എന്താണ്? കപ്പൽ നിർമ്മാണത്തിലും അതുപോലെ തന്നെ കപ്പൽ യാത്രയിലൊക്കെ സാങ്കേതിക പുരോഗതി ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേര് യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങളിലൂടെ അവർക്ക് കുറച്ച് ധാരണ ഉണ്ടായിരിക്കും ഏതൊക്കെ സ്ഥലങ്ങളെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായിരുന്ന വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, പിന്നെ യാത്രാ വിവരണങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ യൂറോപ്പിൽ എന്താണ്? കുരുമുളകിനൊക്കെ എന്താണ്? യൂറോപ്പിൽ അതായത് ഏഷ്യയിലുണ്ടായിരുന്ന കുരുമുളകൊക്കെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അതിന് കച്ചവട സാധ്യത കൂടുതലാണ് അല്ലേ. അതുപോലെ തന്നെ തുർക്കികൾ എന്ത് ചെയ്തു? കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. അപ്പോൾ എന്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യർ അല്ലേ. പോർച്ചുഗീസുകാർക്ക് ശേഷമാണ് നമുക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും ആദ്യം ആരാ വരുന്നതെന്ന് പഠിക്കാനായിട്ട് ഒരു കോഡ് ഉണ്ടായി അല്ലേ. പോഡ ബീഫ്രേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ. പോഡ ബീഫേ അല്ലേ, ബീഫ്രേ അങ്ങനെ എന്തെങ്കിലും പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. ഏറ്റവും അവസാനം പോയത് ആരാണ്? ആദ്യം ആയിട്ട് വന്നത് പോർച്ചുഗീസുകാരാണ്. ഏറ്റവും അവസാനം പോയത് ആരാണ്? കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യർ അല്ലേ. വാസ്കോഡഗാമിയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരൻ. ചോദിക്കാറുണ്ട് കേട്ടോ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരൻ ആരാണ്? വാസ്കോഡഗാമയാണ്. ഇനി എന്താണ് ഇവിടെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് വെച്ചാൽ യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് വെച്ചാൽ യൂറോപ്പിനും ഇതാണ് നമ്മുടെ യൂറോപ്പ് എന്ന് വിചാരിക്കും. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. 1453 എന്ത് സംഭവിച്ചു? തുർക്കികൾ ഇവിടെ പിടിച്ചടക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരായി. അപ്പോൾ 1453 തുർക്കികൾ ചോദിക്കാറുണ്ട് കേട്ടോ. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നത്. അത് കാരണം ഇവർക്ക് എന്ത് സംഭവിച്ചു? കരമാർഗമുള്ള
ഒരു വ്യാപാരം നടക്കുന്നില്ല, അങ്ങനെ സമുദ്രപാത കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ എന്താ പറഞ്ഞത്, യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമായിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ. അതായത് ഒരു ഈ ഒരു ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കരമാർഗ്ഗമാണ് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. അങ്ങനെ 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അപ്പോൾ അവർക്ക് കടൽ മാർഗ്ഗം ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞിട്ടില്ലേ, ഈ നോക്കിയേ അങ്ങനെ വളഞ്ഞു തിരിഞ്ഞിട്ട് അവർക്കൊരു സമുദ്രപാത കണ്ടെത്തേണ്ടതായിട്ട് വന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, വാസ്കോഡ ഗാമ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം. വാസ്കോഡ ഗാമ കപ്പൽ യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ലിസ്ബണിൽ നിന്നാണ് അല്ലേ. ലിസ്ബണിൽ നിന്നാണ് വാസ്കോഡ ഗാമ കപ്പൽ യാത്ര ആരംഭിച്ചത്. ഗാമ എത്തിച്ചേരുന്നത് എവിടെയാണ്? കണ്ണൂർ, കോഴിക്കോട്, കൊച്ചിയിലൊക്കെ വരുന്നുണ്ട് അല്ലേ. എന്നാലും നമ്മൾ പഠിക്കാറുള്ളത് കാപ്പാട്, കോഴിക്കോട് പഠിക്കുക, അതുപോലെ തന്നെ പിന്നിട്ട സമുദ്രങ്ങളും വൻകരകളൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ്വീപുകൾ, കനേറി ദ്വീപുകൾ, അതുപോലെ തന്നെ സെയിൻറ്റ് ഹെലാന അല്ലെ, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രത്തിനൊക്കെ പിന്നിട്ടിട്ടാണ് അദ്ദേഹം അവിടേക്ക് എത്തുന്നത്. ഇനി പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര. 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് ആര് വരുന്നത്? വാസ്കോഡ ഗാമ വരുന്നത് അല്ലേ. അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു. ആരാണ്? സാമൂതിരി രാജവംശമാണ് കോഴിക്കോട് ഭരിച്ചിരുന്നത്. അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. പോർച്ചുഗീസുകാർക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ അറബികളുമായിട്ടാണ് വിദേശ വ്യാപാരം ആർക്കുണ്ടായിരുന്നത്? ഈ കോഴിക്കോടുകാർക്ക് ഉണ്ടായിരുന്നത് അല്ലേ. കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരാണ്? സാമൂതിരി രാജവംശമാണ്. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം കോഴിക്കോട് വന്നപ്പോൾ സാമൂതിരി പറയാണ്, അല്ലേ, ഈ പോർച്ചുഗീസുകാർ പറയാണ് അറബികളെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾക്ക് തരണമല്ലേ ഈ വ്യാപാര ബന്ധം അല്ലെങ്കിൽ വ്യാപാര അനുമതി ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആരും അംഗീകരിച്ചില്ല, കോഴിക്കോട് സാമൂതിരി അംഗീകരിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഗാമ കണ്ണൂരിലേക്ക് വന്നു അല്ലേ. കണ്ണൂരിലെ കോലാത്രി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടിയെടുത്തു. കണ്ണൂരിൽ പോയിട്ട് കോലാത്രി രാജാവ് വ്യാപാര അനുമതി കൊടുക്കുകയാണ് അല്ലേ. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി. തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളായിട്ടാണ് ഗാമ ഇന്ത്യയിൽ നിന്നും മടങ്ങിയത്. അപ്പോൾ എത്രയാണ് ചിലവായത്? അതിനേക്കാളും 60 ഇരട്ടിയോളം മൂല്യമുള്ള ചരക്കുകളായിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാടാണ് ആര് വരുന്നത്? നമ്മുടെ വാസ്കോഡ ഗാമ വരുന്നത് അല്ലേ. ആദ്യം തന്നെ വന്നിട്ട് കോഴിക്കോട് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമാണ്. അപ്പോൾ ഈ രാജാവിനോട് ചോദിക്കുകയാണ് എന്ത് വേണമെന്ന് പറയുകയാണ്, ഇവിടേക്ക് ഞങ്ങൾക്ക് വ്യാപാരത്തിനുള്ള അനുമതി വേണമെന്ന് ചോദിച്ചു. അപ്പോൾ കോഴിക്കോട് രാജാവ് സമ്മതിച്ചില്ല. കോഴിക്കോട് സാമൂതിരി രാജവംശമായിരുന്നു അല്ലേ. അപ്പോൾ സാമൂതിരി സമ്മതിച്ചില്ല. അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോയി, കണ്ണൂർ പോയി. അവിടെ കോലത്തിരി ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടിയെടുക്കുകയാണ്. അങ്ങനെ എത്രയാണോ ചിലവായത്, അതായത് ഈ നമ്മുടെ വാസ്കോഡ ഗാമയ്ക്ക് ചിലവായത് അല്ലേ, കപ്പൽ യാത്രയ്ക്ക് എത്രത്തോളം അദ്ദേഹത്തിന് ചിലവ് വന്നു, അതിനേക്കാളും 60 ഇരട്ടിയോ അല്ലേ, 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളായിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഗാമയുടെ കപ്പലുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗാമയുടെ കപ്പലുകൾ സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളാണ് ഗാമിയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ. ഓക്കെ, സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ. നമുക്ക് SCERT എടുത്ത് പറയുന്ന കാരണം പഠിച്ചു വെച്ചിരിക്കാം കേട്ടോ. 3 കപ്പലുകൾ സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ. ഇനി ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല. തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കുമിടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാർമാരിൽ നിന്നായിരുന്നു. കുഞ്ഞാലി മരക്കാർമാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണി ഉണ്ടായില്ല. അപ്പോൾ ഗാമയുടെ യാത്രയിൽ ഉണ്ടായിരുന്ന ഈ ലാഭം എന്ന് പറയുന്നത് വീണ്ടും ഗാമയെ വീണ്ടും ഇന്ത്യയിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വീണ്ടും അനുമതി നൽകുന്നില്ല. അപ്പോൾ ഇവർ തമ്മിൽ ഒരു സംഘർഷങ്ങൾ ഉടലെടുക്കുകയാണ്. പ്രധാനമായിട്ടും സാമൂതിരി രാജവംശത്തിൻ്റെ നാവിക തലവൻ, അതായത് സാമൂതിരിയുടെ നാവിക തലവന്മാർ ആരാണ്? കുഞ്ഞാലി മരക്കാരാണ് അല്ലേ. നാവിക തലവന്മാർ ചോദിക്കുകയാണെങ്കിൽ കുഞ്ഞാലി മരക്കാരന്മാരാണ്. കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേരാണ്. കുഞ്ഞാലി മരക്കാർ 4 പേരുണ്ട്. അപ്പോൾ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് സ്ഥാനപ്പേരാണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇവരായിരുന്നു കൂടുതലായിട്ട് നടക്കുന്നത്, ഈ സംഘർഷങ്ങളൊക്കെ നടക്കുന്നത്.
പക്ഷേ കുഞ്ഞാലി മരയ്ക്കാന്മാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് വലിയ ഭീഷണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രധാനമായിട്ടും സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരയ്ക്കാന്മാരിൽ നിന്നാണ് കൂടുതലായിട്ട് എതിർപ്പ് ആർക്ക് നേരിടേണ്ടി വന്നത്? ഈ പോർച്ചുഗീസുകാർക്ക് നേരിടേണ്ടി വന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ആരാണ് കുഞ്ഞാലി മരയ്ക്കാർ? പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരയ്ക്കാർമാരാണ്. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ പ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്ന ആരാണ്? കുഞ്ഞാലി മരയ്ക്കാർമാരാണ്. കുഞ്ഞാലി മരയ്ക്കാർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥാനപ്പേരാണ് അല്ലേ. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലയും കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനാണ്. ചാലയും കോട്ട പിടിച്ചെടുത്തത് ആരാണ്? കുഞ്ഞാലി മൂന്നാമനാണ്. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ എവിടെ വെച്ച് വധിച്ചു? ഗോവയിൽ വെച്ച് വധിച്ചു. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചു. കുഞ്ഞാലി മരയ്ക്കാർമാരെ മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുകയാണ്? പോർച്ചുഗീസുകാർ കൈയെടുക്കുകയാണല്ലേ. അപ്പോൾ കുഞ്ഞാലിമാരുടെ പതനത്തോടെയാണ് സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചതെന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ ചാലയും കോട്ട പിടിച്ചെടുത്തത് ആരാണ്? കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. ഇനി പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. കുറേ പേരുകൾ, മലയാളം പേരുകൾ നോക്കി. മേശ, കസേര, അലമാര, ജനൽ, അതുപോലെ തന്നെ എന്താണ് ചാക്ക്, പെൻസിലൊക്കെ എന്താണ് പോർച്ചുഗീസുകാരെ പറയുന്ന വാക്കുകളാണ് മലയാളത്തിലേക്ക് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞു വെച്ചിരിക്കാം. ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിൻ്റെ സ്വാധീനഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത്. കശുമാവ്, പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തിയതുമാർ തന്നെയാണ് പോർച്ചുഗീസുകാരനാണ്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ ചോദിക്കുകയാണെങ്കിൽ അവരുടെ ഭാഷകളിലെ അവരുടെ കുറച്ച് വേർഡ്സൊക്കെ നമ്മൾ മലയാളത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കശുമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിളൊക്കെ ആരുടെ ഫലമായിട്ട് വന്നിട്ടുള്ളതാണ്? പോർച്ചുഗീസുകാരുടെ അല്ലേ. പോർച്ചുഗീസുകാരുടെ സംഭാവനയാണെന്ന് പറയാം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട, മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. കൊച്ചി, ഗോവ, ദാമൻ, ദിയു പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? കൊച്ചി, ഗോവ, ദാമൻ, ദിയു. ഇനി അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അപ്പോൾ പോർച്ചുഗീസുകാരുടെ സംഭാവന ചോദിക്കുകയാണെങ്കിൽ ഒന്നെന്താണ്? പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ, കശുമാവ്. പിന്നെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായിട്ടുള്ള മാനുവൽ കോട്ട സ്ഥാപിക്കുന്നത് കൊച്ചിയിലാണ്. ഗോവ, ദാമൻ, ദിയു, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിന് കീഴിലാണ്. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഇനി ഡച്ചുകാർ, രണ്ടാമതായിട്ട് വന്നത് ആരാണ്? ഡച്ചുകാരാണ്. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ ഹോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു. ഹോളണ്ട് എന്ന് വെച്ചാൽ നെതർലാൻഡ്. ഓക്കെ, അപ്പോൾ ഹോളണ്ടിൽ നിന്നുള്ളവരാണ് രണ്ടാമത് പോർച്ചുഗീസുകാർക്ക് ശേഷം വരുന്നത്. ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഹോളണ്ട്, നെതർലാൻഡ് അറിയപ്പെട്ടിരുന്നതാണ് ഡച്ചുകാർ എന്നാണ് അല്ലേ. അപ്പം ഡച്ചുകാരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡച്ചുകാർ ഹോളണ്ട്, നെതർലാൻഡ് എവിടങ്ങളിൽ നിന്നാണ് വന്നത്. അതുപോലെ തന്നെ നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയാണ് പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ. പോർച്ചുഗീസുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്താണ് ഡച്ചുകാരിലെ. നെക്സ്റ്റ് കുളച്ചൽ യുദ്ധം ഇമ്പോർട്ടൻ്റ് ആണ്. 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത്. അപ്പോൾ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത്. എന്നാണ് 1741. അതിൽ ഡച്ചുകാരെ പരാജയപ്പെടാണ്. അപ്പോൾ ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരി
ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കുളച്ചൽ യുദ്ധമാണ്. കുളച്ചൽ യുദ്ധം നടന്നതെന്നാണ് 1741 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. ഡച്ചുകാരെ പരാജയപ്പെടാണ്. അതിനാൽ തന്നെ ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കുളച്ചൽ യുദ്ധമാണ്. നെക്സ്റ്റ് ഹോർത്തൂസ് മലബാറിക്കസ്. നമ്മൾ പോർച്ചുഗീസുകാരുടെ സംഭാവന പറഞ്ഞു അല്ലേ. ഇനി ഡച്ചുകാരുടെ സംഭാവന പറയുകയാണെങ്കിൽ ഒന്ന് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന കൃതിയാണ്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡാണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് E.T. അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അതായത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന രചന തയ്യാറാക്കുന്നതിനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചത് ആരാണ്? മലയാളി വൈദ്യനാരാണ്? E.T. അച്യുതനാണ്. അതുപോലെ തന്നെ അപ്പു ഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും ഈ രചനയിൽ പങ്കാളികളായിട്ടുണ്ടായിരുന്നു. അപ്പു ഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും ഈ രചനയിൽ പങ്കാളികളായിട്ടുണ്ടായിരുന്നു. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാള അക്ഷരങ്ങൾ ആദ്യമായിട്ട് പതിഞ്ഞത് കേട്ടോ. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ ആദ്യമായിട്ട് പതിഞ്ഞ പുസ്തകം ചോദിക്കുകയാണെങ്കിൽ ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ ഗ്രന്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ട് സംക്ഷേപ വേദാർത്ഥമാണെന്നല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മലയാളം ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ K.S. മണിലാലാണ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്തതാരാണ്? K.S. മണിലാലാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരുടെ സംഭാവനയാണ്. 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡാണ് ഇതിന് നേതൃത്വം നൽകിയത്. മലയാളികൾ ഇതിനെ സഹായിച്ചിട്ടുണ്ട്. മലയാളികൾ ആരൊക്കെയാണ്? E.T. അച്യുതൻ, അപ്പു ഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് അല്ലേ, ഇവരും സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളം ആദ്യമായിട്ട് അച്ചടിച്ച പുസ്തകം ചോദിക്കുകയാണെങ്കിൽ ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. പിന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഇത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അത് വിവർത്തനം ചെയ്തത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഡോക്ടർ K.S. മണിലാലാണ്. ഇനി ആരാണ് E.T. അച്യുതൻ? ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു E.T. അച്യുതൻ. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിലെ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരു നാട്ടുവൈദ്യനാണ് E.T. അച്യുതൻ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഡച്ചുകാരെ കുറിച്ച് നമുക്ക് ഇത്രയാണ് SCERT പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് ഫ്രഞ്ചുകാരാണ്. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായിട്ട് ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പോൾ ഡച്ചുകാർക്ക് ശേഷം വരുന്നത് ആരാണ്? ഫ്രഞ്ചുകാരാണ്. അപ്പോൾ കൂടുതലായിട്ട് ഫ്രഞ്ചുകാരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളുണ്ട്. അതാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ടത്. കർണാട്ടിക് യുദ്ധങ്ങൾ. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായിട്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കാണ് അന്തിമ വിജയം ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഫ്രഞ്ചുകാർ പിന്നീട് അവിടെ നിന്ന് പോവാണല്ലേ. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി. ചോദിക്കാം, ഫ്രഞ്ചുകാരുടെ ആധിപത്യം, അതായത് ഫ്രഞ്ചുകാരുടെ അധിനിവേശ പ്രദേശങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ്? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം എന്നിവയാണ്. ക്ലിയർ ആണല്ലോ. ഇനി എന്താണ് കർണാട്ടിക് യുദ്ധങ്ങൾ? നമ്മൾ പറഞ്ഞു അല്ലേ, ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങളെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് കർണാട്ടിക് എന്ന് പറയുന്നത്. ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് കർണാട്ടിക്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് ആദ്യം ശരിക്കും നടന്നിട്ടുള്ളത്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട അധിനിവേശ പ്രദേശങ്ങളെയാണ് പഠിച്ചത്. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി, അതുപോലെ തന്നെ ഗോവ, ദാമൻ ദിയു പഠിച്ചു വെച്ചിരിക്കട്ടെ. കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നിവയാണ് പോർച്ചുഗീസുകാരുടെ അധിനിവേശ പ്രദേശങ്ങൾ. ഇനി ഡച്ചുകാരുടെ അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചത്? നാഗപട്ടണം, അഹമ്മദാബാദ്, ചിൻസുര, പിന്നെ ഇതാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാഗപട്ടണം, അഹമ്മദാബാദ്, ചിൻസുര, ബറോച്ച് അല്ലേ, ബറോച്ച് എന്നിവയും പഠിച്ചു വെച്ചിരിക്കുക. ബറോച്ച് കേട്ടോ. ഇനി ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം അല്ലേ. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. ക്ലിയർ ആണല്ലോ അല്ലേ? ഇതെന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണോ? ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണേ.
നെക്സ്റ്റ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. അങ്ങനെ ആര് വരാണ്? നമ്മുടെ ബ്രിട്ടീഷുകാർ വരാണ് അല്ലേ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച് നമ്മൾ ഈ പാഠത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു. ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് എന്നാണ് 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവട താവളം സ്ഥാപിച്ചു. എന്താ പറയുന്നത്? കമ്പനിയുടെ പ്രതിനിധിയെ ആയിട്ടുള്ള ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ജഹാംഗീറിൽ നിന്നും അനുമതി നേടിയിട്ട് ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവട താവളം, അതായത് ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1600. അതുപോലെ തന്നെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുന്നത് എവിടെയാണ്? സൂറത്തിലാണ്. തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു. അതിനെ തുടർന്ന് മദ്രാസ്, ചെന്നൈ, ബോംബെ, പഴയ മുംബൈ, അതുപോലെ തന്നെ ബോംബെ എന്ന് വെച്ചാൽ പഴയ പേരാണ്, ഇപ്പോൾ മുംബൈ ആണ് അല്ലേ. പിന്നെ കൊൽക്കത്ത എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഫാക്ടറിയൊക്കെ സ്ഥാപിച്ചു. അതിനുശേഷം എന്ത് ചെയ്യാണ്? സൂറത്തിൽ സ്ഥാപിച്ചതിന് ശേഷം പല സ്ഥലങ്ങളിലും പോയിട്ട് ഫാക്ടറി സ്ഥാപിക്കുന്നുണ്ട്. ബോംബെയിലും ചെന്നൈയിലും അല്ലേ, ബോംബെയിലും മദ്രാസിലും കൽക്കട്ടയിലൊക്കെ പോയിട്ട് ഫാക്ടറികൾ സ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ ഫാക്ടറികൾ സ്ഥാപിക്കാൻ മാത്രമല്ല, പിന്നീട് അവരുടെ ഭരണത്തിലും ആരിടപെടാണ്? ബ്രിട്ടീഷുകാർ ഇടപെടാണ്. അതിനു മുമ്പ് നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. 1639 മദ്രാസ് തുറമുഖത്തിൻ്റെ ചുങ്കവരുമാനത്തിൻ്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. അപ്പോൾ ഈ 3 നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, കൽക്കട്ട അല്ലേ, പിന്നെന്തൊക്കെയാണ് പറഞ്ഞത്? ബോംബെ, മദ്രാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഓരോന്നിനെയും കുറിച്ച് പറയാണ്. 1639 മദ്രാസ് തുറമുഖത്തിൻ്റെ ചുങ്കവരുമാനത്തിൻ്റെ പകുതി നൽകണം എന്ന് പറഞ്ഞിട്ടാണ് അന്നത്തെ പ്രാദേശിക രാജാവായിട്ടുള്ള ദമർല വെങ്കടാദ്രി നായകെ ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ആർക്ക് കൊടുക്കുന്നത്? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നത്. 1662 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശമാണ് ബോംബെയിലെ സ്ത്രീധനമായിട്ട് ലഭിച്ചിട്ടുള്ളതാണ് ബോംബെ എന്ന് പഠിച്ചു വെച്ചിരിക്കുക. പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. നെക്സ്റ്റ് 1698 സുധനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയായിരുന്നു എന്തെന്ന് പറയുന്നത്? വില്യം കോട്ട എന്ന് പറയുന്നത്. പിന്നീട് ഈ പ്രദേശം പട്ടണമായിട്ട് മാറി അതാണ് പിന്നീട് കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ 1698 സുധനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ എന്ന് പറയുന്ന 3 ഗ്രാമങ്ങൾക്ക് ചുറ്റുമായിട്ടൊരു വില്യം കോട്ട പണിയാണ്. പിന്നീട് അത് കൽക്കട്ടയായിട്ട് മാറാണ്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞു. 3 സ്ഥലങ്ങൾ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്ക് ലഭിക്കണേ എന്നും പറഞ്ഞു അല്ലേ. മദ്രാസ് കാണുന്നുണ്ടെങ്കിൽ മദ്രാസ് തുറമുഖത്തിന് പകുതി ചുങ്കവരുമാനം കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മദ്രാസ് തുറമുഖം ആർക്ക് കൊടുക്കുന്നത്? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നത്. ഇനി ബോംബെ കിട്ടുന്നത് എങ്ങനെയാണ്? സ്ത്രീധനമായിട്ടാണല്ലേ. പോർച്ചുഗീസ് രാജകുമാരിയായിട്ടുള്ള കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവിന് കിട്ടിയിട്ടുള്ളതായിരുന്നു എന്ന് പറയുന്നത് ഈ ബോംബെ എന്ന് പറയുന്നത്. പിന്നീട് അത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് കാലിക്കട്ട് എന്ന് വെച്ചാൽ അല്ലേ, കാലിക്കട്ട് അല്ലെങ്കിൽ കൊൽക്കത്ത അല്ലേ. കൊൽക്കത്ത എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു? വില്യം കോട്ട പണിതിട്ടുണ്ട് അല്ലേ ഇവർ. അതായത് 3 സുധനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ എന്ന് പറയുന്ന 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും എന്താണ് ഒരു കോട്ട പണിതു. അതാണ് വില്യം കോട്ട. പിന്നീട് അതിനെ കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെടാണ്. ഇനി പ്രധാനമായിട്ടുള്ള യുദ്ധങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ്. അപ്പോൾ പ്ലാസി യുദ്ധം നടക്കുന്നതെന്നാണ് 1787 അല്ലേ. ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് പ്ലാസി യുദ്ധം നടക്കുന്നത്? ബംഗാളിലെ നവാബായിട്ടുള്ള സിറാജുദ്ദൗള, അതുപോലെ തന്നെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ റോബർട്ട് ക്ലൈവ്, ഇവർ തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. പക്ഷേ റോബർട്ട് ക്ലൈവ് ആരെ പരാജയപ്പെടുത്തി? സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തി. ബംഗാളിൻ്റെ ഭരണം പിടിച്ചെടുത്ത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ബംഗാൾ ആര് പിടിച്ചെടുക്കുകയാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുക്കുകയാണ്. അതിനുശേഷം മറ്റ് പ്രദേശങ്ങളും ഇവരുടെ അധീനതയിൽ കൊണ്ടുവരാൻ നോക്കുകയാണ്. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. അപ്പോൾ കാർഷിക സമ്പന്നമാണ് ഈ ബംഗാൾ എന്ന് പറയുന്നത്. അവിടുത്തെ ഭൂനികുതി കൊണ്ട് തന്നെ ഇവർ
സൈനിക ശക്തിയൊക്കെ മെച്ചപ്പെടുത്തി മറ്റുള്ള ഭാഗങ്ങളും കൂടി ഇവരുടെ കയ്യിൽ വരുത്താൻ നോക്കുകയാണ്. അങ്ങനെ 1764 അടുത്ത യുദ്ധം നടക്കുകയാണ്. 1764 എന്നാണ് നടക്കുന്നത്, ബക്സാർ യുദ്ധം നടക്കുകയാണ് അല്ലേ. ബക്സാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിൽ നികുതി പിരിക്കുവാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. അപ്പോൾ ഇതൊക്കെയാണ് ബീഹാർ, ബംഗാൾ, ഒറീസ അല്ലേ. ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ 3 പ്രദേശങ്ങളിലെയും നികുതി പിരിക്കുവാനുള്ള അധികാരം ആർക്ക് ലഭിക്കുകയാണ്? നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയാണ്. അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, ഔദ്ലി നവാബായിരുന്ന ഷുജുദ്ദൗള, ബംഗാളിൽ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ആരൊക്കെയാണ്? മുഗൾ ഭരണാധികാരി ഷാ ആലം രണ്ടാമൻ, ഇനി ഔദ്ലി നവാബ് ഷുജുദ്ദൗള, ബംഗാളിലെ നവാബ് മിർ കാസിം. അപ്പോൾ ആരൊക്കെയാണ് ഈ യുദ്ധത്തിൽ പങ്കെടുത്തത്? മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, ഔദ്ലി നവാബായിരുന്ന ഷുജുദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം അല്ലേ. മിർ കാസിം എന്നിവരുടെ സൈന്യവും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. ഇനി റോബർട്ട് ക്ലൈവ് എന്നാ പറഞ്ഞത്, എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. അപ്പോൾ ഇത്രയും പഠിച്ചു വെച്ചിരിക്കുക. നമ്മൾ 1757 പ്ലാസി യുദ്ധം പറഞ്ഞു. 1757 പ്ലാസി യുദ്ധം ഒക്കെ തമ്മിലായിരുന്നു? സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു. പിന്നീട് 1764 ബക്സാർ യുദ്ധം നടക്കുന്നുണ്ട് അല്ലേ. ബക്സാർ യുദ്ധത്തിൽ പങ്കെടുത്തത് ആരൊക്കെയാണ്? മുഗൾ ഭരണാധികാരിയായിട്ടുള്ള ഷാ ആലം രണ്ടാമനും, ഔദ്ലി ഭരണാധികാരി ഷുജുദ്ദൗളയും, പിന്നെ ബംഗാളിലെ നവാബായിട്ടുള്ള മിർ കാസിം എന്നിവരാണ്. പിന്നെ ഈ ബക്സാർ യുദ്ധത്തിലാണ് ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കുവാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കുന്നത് ബക്സാർ യുദ്ധത്തിലാണ്. ഇനി പ്ലാസി യുദ്ധത്തിലൂടെ എന്താണ് സംഭവിച്ചത്? ബംഗാളാണ് അവർ പിടിച്ചെടുക്കുന്നത്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്ന റോബർട്ട് ക്ലൈവിൻ്റെ വാക്കുകൾ വായിച്ചല്ലോ. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്? എന്തുകൊണ്ടാണ്? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്കിടയിലെ അനൈക്യം, ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ എന്നിവയൊക്കെ മൂലമാണ് ഇവർക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ധാരണ ആർക്കുണ്ടാവുന്ന? റോബർട്ട് ക്ലൈവിന് ഉണ്ടാക്കുന്നത് അല്ലേ. നെക്സ്റ്റ് വരുന്നത് നാട്ടുരാജ്യങ്ങളും കമ്പനിയും. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത്. നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തിയത് എങ്ങനെയാണ്? യുദ്ധങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ്. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. അപ്പോൾ മൈസൂർ യുദ്ധങ്ങൾ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്ന് വെച്ചാൽ ആരൊക്കെ തമ്മിലാണ്? മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. ആരൊക്കെ തമ്മിലാണ്? ഹൈദരാലിയാണ് ആദ്യം ഈ മൈസൂർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. പിന്നീട് ഹൈദരാലിയുടെ മരണത്തോടു കൂടി മകനായിട്ടുള്ള ടിപ്പു സുൽത്താനാണ് വരുന്നത് അല്ലേ. അപ്പോൾ മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്. 4 തവണ കമ്പനി സൈന്യവും മൈസൂർ സുൽത്താന്മാരും തമ്മിൽ ഏറ്റുമുട്ടി. അപ്പോൾ 4 തവണയാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ നടക്കുന്നത്. 1882 ഹൈദരാലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു. 1882 ആര് മരിക്കുകയാണ്? ഹൈദരാലി മരിക്കുകയാണ്. അതിനുശേഷം ടിപ്പു സുൽത്താനാണ് വരുന്നത്. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അപ്പോൾ 1799 4ാം മൈസൂർ യുദ്ധം നടക്കുന്നുണ്ട്. ആ സമയത്ത് ടിപ്പു സുൽത്താനെ വധിക്കുകയാണ്. അങ്ങനെ മൈസൂർ ആരുടെ കയ്യിലാവാണ്? ബ്രിട്ടീഷുകാരുടെ കയ്യിലാവാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് എന്ന് പറയുന്നത് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. 4 തവണയാണ് യുദ്ധം നടന്നിട്ടുള്ളത്. ഹൈദരാലി ടിപ്പു സുൽത്താനുമാണ് ശരിക്കും പറഞ്ഞതിൽ പങ്കെടുത്തിട്ടുള്ളത്. പക്ഷേ ഹൈദരാലി 1792 മരിക്കുന്നുണ്ട്. ആ സമയത്ത് ആരാണ് വരുന്നത്? നമ്മുടെ ടിപ്പു സുൽത്താനാണ് വരുന്നത് അല്ലേ. അങ്ങനെ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധത്തിൽ 4ാം യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ മരിക്കുന്നത്. ആ സമയത്താണ് ആര് വരുന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഭാഗത്തെ അല്ലേ, അതായത് ഈ മൈസൂർ ഭാഗത്തെ ഭരണമൊക്കെ ആരെടുക്കുന്നത്? ബ്രിട്ടീഷുകാരെടുക്കുന്നത്. ഓക്കെ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. ഇനി മറാത്തക്കാരും തമ്മിൽ അല്ലേ, മറാത്ത രാജ്യവും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ഇവിടെ 3 യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. 3 ആംഗ്ലോ മറാത്ത യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. 3ാമത്തെ യുദ്ധത്തിലൂടെ മറാത്ത ആരുടെ കയ്യിലാവാണ്? ബ്രിട്ടീഷുകാരുടെ കയ്യിലാവാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന അതാണ് ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ.
ഇതിൽ സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് ബ്രിട്ടീഷ് അധീനതയിലായി. അപ്പോൾ പഞ്ചാബ് ആരുടെ കീഴിലാവാണ്? ബ്രിട്ടീഷുകാരുടെ കീഴിലാവാണ്. എങ്ങനെയാണ്? ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിലൂടെയാണ്. ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിലൂടെയാണ്. അതായത് സിഖ് എന്ന് പറയുന്ന ആൾക്കാർ അല്ലേ, സിഖുകാരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് എന്നറിയപ്പെടുന്നത് ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. അങ്ങനെ സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് ബ്രിട്ടീഷ് അധീനതയിലാവാണ്. അപ്പോൾ നാട്ടുരാജ്യങ്ങളുമായി തമ്മിലുള്ള യുദ്ധം പഠിച്ചു. ആദ്യം പറഞ്ഞ ഏതായിരുന്നു? ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളാണ്. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എത്ര ഉണ്ടായിരുന്നു? 4 ഉണ്ടായിരുന്നു. പിന്നെ ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ 3 ഉണ്ടായിരുന്നു അല്ലേ. പിന്നീട് ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പഞ്ചാബാണ് അവിടെ കീഴടക്കുന്നത്. കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും പരമാവധി സമ്പത്ത് കൈക്കലാക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതിനായി അവർ സ്വീകരിച്ച മാർഗങ്ങളാണ് കച്ചവടം, നികുതി പിരിവ്, യുദ്ധങ്ങൾ എന്നിവ. ഇനി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1893 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1893 നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ബംഗാൾ, ബീഹാർ, ഒറീസ. നടപ്പിലാക്കിയ വ്യക്തി കോൺവാലിസ് പ്രഭു. നടപ്പിലാക്കിയ വ്യക്തി ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. സവിശേഷതകൾ: ഭൂവുടമകളായിരുന്ന സെമീൻദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. സെമീൻദാർമാരാണ് അവിടെ വരുന്നത്. സെമീൻദാർമാരാണ് നികുതി പിരിക്കുന്നത്. അതുപോലെ തന്നെ വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായി നികുതിയായി നൽകണമായിരുന്നു. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ബംഗാൾ, ബീഹാർ, ഒറീസ എന്ന് പറയുന്ന പ്രദേശങ്ങളിലാണ്. 1893 നടപ്പിലാക്കുന്നത്. ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. ഇനി ഇവിടെയാണ് സെമീൻദാർമാർ വരുന്നത് അല്ലേ. സെമീൻദാർമാരാണ് നികുതി പിരിക്കുന്നത്. ഭൂവുടമകളായിരുന്ന സെമീൻദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. അതുപോലെ തന്നെ വിളവിൽ ഇപ്പോൾ നമുക്ക് വിളവ് മോശമാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം? ഇവർക്ക് കറക്റ്റ് തുക കൊടുക്കണം അല്ലേ. കർഷകർ നിർബന്ധമായിട്ടും നികുതി കൊടുക്കണം. നെക്സ്റ്റ് വരുന്നത് റേറ്റ് വാരി സമ്പ്രദായമാണ്. റേറ്റ് വാരി സമ്പ്രദായം 1820 ദക്ഷിണേന്ത്യ ഡെക്കാൻ. എവിടേക്കാണ് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? ദക്ഷിണേന്ത്യ ഡെക്കാനിലാണ് ഈ റേറ്റ് വാരി സമ്പ്രദായം അല്ലേ. 1820 ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്? തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ്. ഇവിടെ കർഷകരെയാണ് ഭൂവുടമകളായിട്ട് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്നും നേരിട്ടാണ് നികുതി പിരിക്കുന്നത്. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. നികുതി നൽകാത്ത ആൾക്കാരുടെ, അതായത് കർഷകരുടെ ഭൂമി ആര് പിടിച്ചെടുക്കുന്നുണ്ട്? ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ റേറ്റ് വാരി സമ്പ്രദായം 1820 ദക്ഷിണേന്ത്യ ഡെക്കാൻ പ്രദേശങ്ങൾ. തോമസ് മൺറോ പ്രദേശങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ദക്ഷിണേന്ത്യ ഡെക്കാൻ. പിന്നെ ആരെയാണ് നേതൃത്വം നൽകിയത്? തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ്. ഇനി കർഷകരെ ഭൂവുടമകളായിട്ടാണ് ഇവിടെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കർഷകരിൽ നിന്നും നേരിട്ടാണ് നികുതി പിരിക്കുന്നത്. കർഷകർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഭൂമി ആര് പിടിച്ചെടുക്കും? ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും അല്ലേ. നെക്സ്റ്റ് വരുന്നത് മഹൽവാരി സമ്പ്രദായം. 1822 മഹൽവാരി സമ്പ്രദായം. ഏതാണ്? 1822 ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബിലെ എവിടേക്കാണ് പ്രദേശങ്ങൾ ചോദിക്കാറുണ്ട്. അതൊക്കെയാണ് ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നീ പ്രദേശങ്ങളിലാണ്. ആരാണ് നേതൃത്വം നൽകിയത്? ഹോൾട്ട് മെക്കൻസി ആണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹോൾട്ട് മെക്കൻസി ആണ് ഗ്രാമത്തെ ഇവിടെ ഒരു യൂണിറ്റ് ആയിട്ടാണ് ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിക്കുകയാണ്. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നു. ഗ്രാമത്തെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നത്. ഈ ഒരു ടേബിൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ. കോൺവാലിസ് പ്രഭു 1893. ഭൂവുടമകളായിരുന്നുള്ള സെമീൻദാർമാരാണ് ഇവിടെ നികുതി പിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ വിളവിൽ എന്തെങ്കിലും മോശം വന്നാൽ പോലും, നല്ല വിളവാണെങ്കിലും മോശം വിളവാണെങ്കിലും എന്തായാലും നികുതി കൊടുക്കണമായിരുന്നു. ഇനി റേറ്റ് വാരി സമ്പ്രദായം 1820 ദക്ഷിണേന്ത്യ ഡെക്കാനിലാണ്. തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ് എന്നിവരാണ് നേതൃത്വം നൽകിയത്. ഇനി കർഷകരെയാണ് ഇവിടെ ഭൂവുടമകളായിട്ട് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. കൊടുക്കാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കർഷകരുടെ ഭൂമി ആര് പിടിച്ചെടുക്കും? നമ്മുടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും. മഹൽവാരി സമ്പ്രദായം 1822 ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബിലാണ്. ആരാണ്? ഹോൾട്ട് മെക്കൻസിയാണ് നേതൃത്വം നൽകിയത്. ഇവിടെ ഒരു ഗ്രാമത്തെയാണ് അല്ലേ, എന്താ ചെയ്യുന്നത്? ഗ്രാമത്തെയാണ് ഒരു യൂണിറ്റ് ആയിട്ട് നികുതി പിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഗ്രാമം പിടിച്ചെടുക്കാമല്ലോ അല്ലേ. അങ്ങനെ ഗ്രാമം പിടിച്ചെടുക്കും. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു വീഴ്ച വരുത്തിയാൽ പോലും ഗ്രാമത്തെ പിടിച്ചെടുക്കുന്നുണ്ട് അല്ലേ ബ്രിട്ടീഷുകാർ. അപ്പോൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളിലെ പൊതു സവിശേഷതകൾ നമുക്ക് പരിശോധിക്കാം. എന്താണ്? ഉയർന്ന നികുതി നിരക്കായിരുന്നില്ല, വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിന്റെ ഫലമായി കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി പണമിടപാടുകാരിൽ നിന്ന് പണം കടം വാങ്ങാൻ കർഷകർ നിർബന്ധിതരായി. അതായത് നമ്മൾ പറഞ്ഞു അല്ലേ, ഈ കർഷകരെ നികുതി കൊടുത്തില്ല, അല്ലെങ്കിൽ നികുതി കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്താണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും?
കർഷകരുടെ ഭൂമി ആര് പിടിച്ചെടുക്കും? ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും. അപ്പോൾ ഇങ്ങനെ ഭൂമി പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കർഷകർ എന്ത് ചെയ്യാണ്? പലിശ എടുക്കുകയാണ്. പലിശ അല്ലേ, അതായത് പണമിടപാടിൽ നിന്നും എന്ത് വാങ്ങിക്കാണ്? കടം വാങ്ങാണ് ചെയ്യുന്നത്. നമുക്ക് പണമിടപാടുകാരെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇടനിലക്കാരായിട്ട് പണമിടപാടുകാരെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്ത് കാരണമാണ്? ഇപ്പോൾ കർഷകർക്ക് ഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി കർഷകർ എന്ത് ചെയ്യാണ്? പണം കടം വാങ്ങുന്നുണ്ട് അല്ലേ ഇവരിൽ നിന്ന്. അപ്പോൾ ഇവർക്ക് ഒരു അധികാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ്? അങ്ങനെ തിരിച്ച് ആ കാശ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് ആ ഭൂമി സ്വന്തമാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറയുന്നതിനും ഭക്ഷ്യക്ഷാമത്തിനും കാരണമാവുകയും ചെയ്തു. അപ്പോൾ നാണ്യവിളകൾ കൃഷി ചെയ്യാനായിട്ട്, ഏതൊക്കെയാണ്? നീലം, പരുത്തിയൊക്കെയാണ് കൃഷി ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാർ പറയുന്നത്. അപ്പോൾ ഭക്ഷ്യവിളകളുടെ കുറയാണ് അല്ലേ, ഭക്ഷ്യവിളകൾ എന്താണ് കൃഷി ചെയ്യുന്നത് കുറയാണ്. അപ്പോൾ ഇതാ കഴിക്കാനായിട്ട് ഭക്ഷണം വേണ്ടേ? ഇല്ല. അപ്പോൾ ഭക്ഷ്യക്ഷാമം സംഭവിക്കുകയാണ്. അങ്ങനെ കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വന്ന ഈ വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ സഹായിച്ചു. വിളവെടുത്തു കഴിഞ്ഞാൽ കർഷകർ കിട്ടുന്ന വിലയ്ക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായി വന്നു. അപ്പോൾ വിളവെടുത്ത് കഴിഞ്ഞാൽ കർഷകർ കിട്ടുന്ന വിലയ്ക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായി വന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിൻ്റെ ഫലമായിട്ട് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പണമിടപാടുകാരിൽ നിന്നും പണം കടം വാങ്ങുന്നുണ്ട്. പണം കൊടുക്കാണ്ടാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവർക്കും ആ ഭൂമി പിടിച്ചെടുക്കാമെന്ന് പറയുന്നൊരു വ്യവസ്ഥ വരാണ്. അതുപോലെ തന്നെ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ അവരെ നിർബന്ധിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഭക്ഷ്യക്ഷാമം നേരിട്ടു. ക്ലിയർ ആണല്ലോ. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ എങ്ങനെയെല്ലാം ബാധിച്ചു? ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. വെള്ളപ്പൊക്കമോ വരൾച്ചയോ മൂലം കൃഷിനാശം സംഭവിച്ചാലും എന്ത് കൊടുക്കണം? നികുതി കൊടുക്കണം അല്ലേ. നികുതി ഇളവ് ലഭിച്ചില്ല. ഇനി കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. കടക്കെണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പണമിടപാടുകാരെ ആശ്രയിച്ചു. അതുപോലെ തന്നെ കടക്കെണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. കർഷകരെ പോലെ കൈത്തൊഴിലുകാരെയും ബ്രിട്ടീഷ് നയങ്ങൾ ദുരിതത്തിലാക്കി. ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവർ ഉണ്ടാക്കുന്ന അതായത് കൈത്തൊഴിലുകാരുണ്ടാവില്ല, ഇവരെ നന്നായിട്ട് ബാധിക്കുകയാണല്ലേ. കാരണം ഇറക്കുമതി ചെയ്യാണ് എന്തൊക്കെ? യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ. അവയുമായുള്ള മത്സരം മൂലം കൈത്തൊഴിലുകാരുടെ ഉൽപ്പന്നങ്ങളായ പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ, മൺപാത്രം, തുകൽ, ഭക്ഷ്യ എണ്ണ തുടങ്ങിയവയുടെ വിപണി നഷ്ടപ്പെട്ടു. ഇത് കരകൗശല തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് കാരണമായി. പലരും തങ്ങളുടെ പരമ്പരാഗത കൈത്തൊഴിലുകൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. ക്ലിയർ ആണല്ലോ. ഇനി ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. അപ്പോൾ അങ്ങനെ കുറേ കലാപങ്ങൾ നടക്കുകയാണ്. അതിന് ഫലമായിട്ട് ഇവിടെ നമുക്ക് നോക്കിയേ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറയുന്ന ഒരു ബുക്കിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബംഗാളിലെ ദയനീയാവസ്ഥയാണ് ഇവിടെ പറയുന്നത്. കാരണം അവിടെ ക്ഷാമം വന്നത് 1873 വേനൽക്കാലത്ത് എന്താണ്? മഴ പെയ്തപ്പോൾ ജനങ്ങൾ ആഹ്ലാദിച്ചു. പക്ഷേ മഴ പെട്ടെന്ന് നിലച്ചു. അപ്പോൾ അവിടെ എന്താണ്? ക്ഷാമം അല്ലേ, നാട്ടിൽ ക്ഷാമം പടരാണ്. നികുതി പിരിവ് പക്ഷേ നികുതി എന്തെങ്കിലും കൊടുക്കേണ്ട വന്നു. അങ്ങനെ ബംഗാൾ ദയനീയമായ അവസ്ഥയിലായി. ജനങ്ങൾ കഷ്ടപ്പെട്ടു, കന്നുകാലികളെ വിറ്റു, അതുപോലെ തന്നെ പണ്ടങ്ങളും പാത്രങ്ങളും വിറ്റു. പക്ഷേ അതുകൊണ്ട് മനുഷ്യരെ വിൽക്കാൻ സാധിച്ചില്ല. മനുഷ്യർക്ക് വിലയില്ല, അതിനാൽ തന്നെ മനുഷ്യരെ വിൽക്കാൻ സാധിച്ചില്ല. ഗ്രാമീണർ പുല്ലുകളും ഇലകളും കിഴങ്ങുകളൊക്കെ പറിച്ചെടുത്ത് തിന്നു. അതുപോലെ തന്നെ നായ്ക്കളെയും പൂച്ചകളൊക്കെ തിന്നിട്ട് വിഷപ്പടിക്കുക. അപ്പോൾ അത് സംഭവിച്ചു, രോഗങ്ങൾ പടർന്നു. അങ്ങനെ വസൂരി പോലെയുള്ള രോഗങ്ങളൊക്കെ വന്നു. പനിയും പ്ലേഗും വസൂരിയൊക്കെ വന്നു. അങ്ങനെ രോഗികളെ ശുശ്രൂഷിക്കാനോ ശവങ്ങൾ മറവ് ചെയ്യാനോ ആളുകളില്ല അവിടെ. വീടുകളിൽ അങ്ങനെ ശവശരീരങ്ങൾ അനാഥരായിട്ട് കിടന്ന് ചീഞ്ഞ് നാറിയെന്ന് ഇതിൽ പറയുന്നുണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. അപ്പോൾ ഇങ്ങനെ ഒരു ബംഗാൾ ക്ഷാമം നടക്കുമ്പോൾ പോലും ഈ ബ്രിട്ടീഷുകാർ ഇവരെ എന്ത് ചെയ്യുന്നില്ല? സഹായിക്കുന്നില്ല അല്ലേ. അപ്പോൾ ഇതിനെതിരെയായിട്ട് അവിടുത്തെ ആൾക്കാർ പോരാടാണ്. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. ഇവയാണ് സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? ഇവർക്ക് ഈ ഇതിനെ പോരാടാനായിട്ട് സന്യാസിമാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇവയെ എന്നറിയപ്പെടുന്നു? സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നു. സന്യാസിമാരോടൊപ്പം ആര് വന്നു? ഫക്കീർമാരും വന്നു. അതിനാൽ തന്നെ ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്ന് വിളിച്ചു. ഭവാനി പഥക്, മജ്നു ഷാ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. ആരൊക്കെയാണ്? ഭവാനി പഥക്, മജ്നു ഷാ എന്നിവരാണ് സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇനി വന്ദേ മാതരം.
നമുക്കറിയാം 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എന്ത് രചിച്ചത്, ആനന്ദമഠം രചിച്ചത്. ഈ നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ചോദിക്കാറുണ്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് എന്ത് പറയുന്നത്, ആനന്ദമഠം എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് നമ്മുടെ വന്ദേ മാതരം എന്ന് പറയുന്നത് എടുത്തിട്ടുള്ളത് അല്ലേ. ഇനി ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത്. ആരാണ്? ഭവാനന്ദൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഈ ഒരു ഗാനം അവതരിപ്പിക്കുന്നതെന്നും പറയുന്നുണ്ട്. ഇനി കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം. അപ്പോൾ കാർഷിക കലാപത്തെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കാർഷിക കലാപം ഏതാണ്? ബംഗാളിലെ നീലം കലാപം 1859. അതിന് കാരണമായ സാഹചര്യങ്ങൾ എന്തെല്ലാമെന്ന് ഇവിടെ പറയുന്നുണ്ട്, നോക്കാം. ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. ഇതാണ് അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ പറയാണ് ഗ്രാമപ്രദേശത്തിന് ആവശ്യമായിട്ടുള്ള, അതായത് ഗ്രാമപ്രദേശത്തിൽ എന്ത് കൃഷി ചെയ്യാൻ പറയാണ്? അമരിച്ചെടി കൃഷി ചെയ്യാനായിട്ട് പറയാണ് അല്ലേ. ഗ്രാമപ്രദേശങ്ങളിൽ അവർ ഫാക്ടറി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് എന്താണ്? നീലമായിരുന്നു. നീലം കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നീലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അമരിച്ചെടി കൃഷി ചെയ്യാൻ പറയാണ്. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് എന്നാലും കർഷകർ ബ്രിട്ടീഷുകാർക്ക് നൽകിയത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴി തെളിയിച്ചു. കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിൻ്റെ ആവശ്യകത കുറഞ്ഞ് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ നീലം കലാപം എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ അല്ലേ. ബംഗാളിലെ നീലം കർഷക കലാപം 1859 നടക്കുന്നത്. അതായത് ഇവർക്ക് ഫാക്ടറിക്ക് ആവശ്യമായി നീലം കൃഷി ചെയ്യണം. അപ്പോൾ നീലം കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു. ബാക്കി എല്ലാം കൃഷികളും അവർ നിർത്താണ്. അങ്ങനെ നീലം കൃഷി ചെയ്യാണ് അല്ലേ. നീലം അമരിച്ചെടി കൃഷി ചെയ്യാണ്. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അപ്പോൾ എന്താ സംഭവിച്ചത്, ഇവർക്ക് കൃഷി ചെയ്താലും താഴ്ന്ന വില മാത്രമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ എന്ത് ചെയ്യാണ്? കൃത്രിമ ചായം കണ്ടെത്താണ്. അതിനുശേഷം ഈ നീലം കൃഷി ചെയ്യാനായിട്ട് അപ്പോൾ അവർക്ക് ആവശ്യം വരുന്നില്ല അല്ലേ. അപ്പോൾ അവിടെ ഭക്ഷ്യക്ഷാമം നേരിടാണ്. അങ്ങനെയാണ് ഇവർ പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പൊരുതുന്നത് അല്ലേ, പോരാട്ടങ്ങളിലേക്ക് കിടക്കുന്നുണ്ട്. ഇനി ദിഗംബർ ബിശ്വാസിൻ്റെയും വിഷ്ണു ബിശ്വാസിൻ്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത്. ആരൊക്കെയാണ്? ദിഗംബർ ബിശ്വാസും അതുപോലെ തന്നെ വിഷ്ണു ബിശ്വാസാണ്. ബംഗാളിലുടനീളം കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു. ബംഗാളിലുടനീളം കലാപം പടർന്നു പിടിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ കലാപം പടർന്നു പിടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കർഷകർ എന്ത് ചെയ്യാണ്? നീലം കൃഷി ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ തുടർന്ന് നീലം ഫാക്ടറികളെ ആക്രമിക്കുകയാണ്. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ എന്ത് ചെയ്തു? ഫാക്ടറി അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു. അങ്ങനെ ഈ നീലം കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസാണ്. അങ്ങനെ ബംഗാളിൽ കലാപം അങ്ങോട്ട് പടർന്നു പിടിച്ചപ്പോൾ എല്ലാവരും എന്താണ്? നീലം കൃഷി ചെയ്തില്ല. നീലം കൃഷി ചെയ്യാണ്ടായപ്പോൾ നീലം കൃഷി ചെയ്തില്ല. അത് മാത്രമല്ല നീലം ഫാക്ടറികൾ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ വേറൊരു നിവൃത്തിയില്ലാതെ ഈ ഒരു ഫാക്ടറികളൊക്കെ ബ്രിട്ടീഷുകാർ അടച്ചുപൂട്ടാണ്. ഇനി എന്താണ് നീൽദർപ്പൺ? ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽദർപ്പൺ. അപ്പോൾ നീൽദർപ്പൺ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകം ഏതാണ്? നീൽദർപ്പണാണ്. ഇനി കാടുണർന്നപ്പോൾ ബിപിൻ ചന്ദ്ര ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നുണ്ട് എന്താണ്? ഏറ്റവും സാഹസികമായ ധൈര്യമാണ് സാന്താളുകൾ പ്രകടിപ്പിച്ചത്. അപ്പോൾ സാന്താളുകളെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. എപ്പോഴാണ് പിടിക്കപ്പെട്ട് ദണ്ഡന വിധേയരാകുക എന്നറിയില്ലെങ്കിലും അവർ കീഴടങ്ങാൻ തയ്യാറായില്ല. 45 സാന്താളുകൾ മൺകുടിലിൽ അഭയം നേടി ബ്രിട്ടീഷ് പൊട്ടാളത്തിനെതിരെയായിട്ട് പോരാടിയിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് പട്ടാളക്കാർക്കെതിരെ പോരാടിയിട്ടുണ്ടായിരുന്നു. കുടിലിന് നേരെ തുരുതുര വെടിയുണ്ടകൾ പാഞ്ഞു. ഓരോ തവണയും ശരവർഷം കൊണ്ട് സാന്താളുകൾ മറുപടി നൽകി അവസാനം വെടി നിർത്തി. കുടിലിൽ പ്രവേശിച്ച പട്ടാളക്കാർക്ക് ഒരു വൃദ്ധനെ മാത്രമാണ് ജീവനോടെ കാണാനായത്. ഒരു പട്ടാളക്കാരൻ അയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പാഞ്ഞെടുത്ത വൃദ്ധൻ തൻ്റെ മഴു കൊണ്ട് അയാളെ വെട്ടിവീഴ്ത്തി. സാന്താൾ ഗോത്ര ജനതയുടെ ധീരത കാണിക്കുന്ന കുറിപ്പാണ് നമ്മൾ മുകളിൽ കണ്ടത്. 18ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര ജനവിഭാഗമാണ് ഇവർ. അപ്പോൾ രാജ്മഹൽ കുന്നുകളിലാണ് സാന്താൾമാർ എന്ന് പറഞ്ഞിരിക്കുക. ഭൂവുടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഭൂവുടമകൾ അന്യായമായി കരം പിരിച്ചിരുന്നു. കൊള്ളപ്പലിശക്കാർ നിരന്തരമായിട്ട് കടം നൽകിയിരുന്നു. പകരമായിട്ട് അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുത്തിരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു. ഭൂമിയുമായുള്ള ഗോത്ര ജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലായിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു.
തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്ര ജനതയെ അണിനിരത്തി 1855 സാന്താൾ കലാപം ആരംഭിക്കുന്നത്. രാജ്മഹൽ കുന്നിലാണ് ആരംഭിച്ചതെന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് സിദ്ധുവും കാനുവാണ്. സിദ്ധുവും കാനുവിനെയും ബ്രിട്ടീഷുകാർ വധിക്കാണ്. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്രജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി സാന്താൾ കലാപം മാറി. ഇവിടെ പഠിച്ചു വെച്ചിരിക്കുക 1855 എന്ത് നടക്കുന്നത്? സാന്താൾ കലാപം നടക്കുന്നത്. സാന്താൾ കലാപം നടക്കുന്നത് എവിടെയാണ്? രാജ്മഹൽ കുന്നിലാണ്. ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്? സിദ്ധുവും കാനുവാണ്. ഇത്രയും പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ഉൽഗുലാൻ ആരാണ്? സന്താൾ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്രജനതയുടെ കലാപങ്ങൾ ഉണ്ടായി. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ. അപ്പോൾ ഉൽഗുലാൻ എന്ന് പറയുന്നത് ഒരു ഗോത്രവർഗ കലാപമാണ്. ഇതാണ് മുണ്ട കലാപം എന്നറിയപ്പെടുന്നത്. അപ്പോൾ മുണ്ട കലാപം, ഉൽഗുലാൻ ഒക്കെ എന്താണ്? ഗോത്രവർഗ കലാപമാണ്. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ആരാണ്? ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ഈ കലാപത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണം, അതുപോലെ തന്നെ ഭൂമി പിടിച്ചെടുക്കൽ, പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം എന്നിവയ്ക്കാണ് ഈ കലാപത്തിന് കാരണമായത്. എല്ലാം സെയിം റീസൺസ് തന്നെയാണ് അല്ലേ. 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു എന്നാണ്. 1899 മുണ്ട കലാപം അല്ലെങ്കിൽ എന്താണ്? ഉൽഗുലാൻ. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്? മുണ്ട കലാപം അല്ലെങ്കിൽ എന്താണ്? ഉൽഗുലാൻ അല്ലേ. ഉൽഗുലാൻ എന്നാണ് 1899 ആരുടെ നേതൃത്വത്തിലാണ്? ബിർസ മുണ്ടയുടെ നേതൃത്വത്തിലാണ്. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവയ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാകുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി. പിന്നീട് വരുന്ന ഗോത്രവർഗ കലാപങ്ങളാണ് കുർച്ചർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ബീൽ കലാപം, ഗാസി കലാപം. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു, 10th പ്രിലിംസിന് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുർച്ചർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ബീൽ കലാപം, ഗാസി കലാപം എന്നിവ എന്താണ്? ഗോത്ര കലാപങ്ങളാണ്. അപ്പോൾ ഗോത്ര കലാപങ്ങൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ കുർച്ചർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ബീൽ കലാപം, ഗാസി കലാപം, പിന്നെ മുണ്ട കലാപം, പിന്നെന്താ? ഉൽഗുലാൻ അല്ലേ. പിന്നെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സന്യാസി കലാപം പറഞ്ഞില്ലേ. സന്യാസി കലാപം, ഫക്കീർ കലാപം, പിന്നെ ഏതായിരുന്നു? സാന്താൾ കലാപം അല്ലേ. സാന്താൾ കലാപം ക്ലിയർ ആണല്ലോ. ഇനി ആരാണ് ബിർസ മുണ്ട? ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് ആയി 2021 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പെഹ്ലെ ഗാന്ധി. ഗാന്ധി സേ പെഹ്ലെ ഗാന്ധി എന്ന് പറയുന്നത് ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് ആരാണ് രചിച്ചത്? ആരെ എഴുതിയിട്ടുള്ളതാണ്? ഇക്ബാൽ ദുറാനി അല്ലേ. ഇക്ബാൽ ദുറാനി. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാ ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. അപ്പോൾ ആരണ്യർ അധികാർ ആരുടെയാണ്? മഹാശ്വേതാ ദേവിയുടേതാണ്. അതിൽ ബിർസ മുണ്ടയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഇക്ബാൽ ദുറാനിയുടെ ഗാന്ധി സേ പെഹ്ലെ ഗാന്ധി, മഹാശ്വേതാ ദേവിയുടെ ആരണ്യർ അധികാർ എന്ന് പറയുന്നുണ്ട്. ബിർസ മുണ്ടയെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി ആരാണ് പോളിഗർ? ഇവിടെ പോരാട്ടത്തിലെ ഗർജനം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളിഗർമാരെയും ബാധിച്ചു. പോളിഗർ എന്ന് വെച്ചാൽ സൈനിക തലവന്മാരാണ്. പാളയം അഥവാ സൈനിക താവളം നടത്തിവരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. തിരുനെൽവേലിയിലെ പാഞ്ചാലംകുറിച്ചിയിലെ പോളിഗറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു. ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു കട്ടബൊമ്മനുണ്ടായിരുന്നത്. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളിഗറുടെ ചുമതലയായിരുന്നു. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും എന്താണ്? പോളിഗറുടെ ചുമതലയാണ്. പാഞ്ചാലംകുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. നികുതി പിരിവിനെ ചോദ്യം ചെയ്തായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത്. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചു. അപ്പോൾ നികുതി പിരിവിനെ ചോദ്യം ചെയ്തിട്ടുള്ളതായിരുന്നു കട്ടബൊമ്മനാണ് അല്ലേ. കട്ടബൊമ്മൻ അതിനാൽ തന്നെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കി മാറ്റാണ്. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരെയും ആര് വധിക്കുന്നുണ്ട്? ബ്രിട്ടീഷുകാരെ വധിക്കുന്നുണ്ട്.
ഓക്കെ, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുള്ളവരാണ്. നെക്സ്റ്റ് ആറ്റിങ്ങൽ കലാപം, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ആദ്യത്തെ കലാപം ചോദിക്കുകയാണെങ്കിൽ ഏതായിരുന്നു? അഞ്ചുതെങ്ങ് കലാപം അല്ലേ, 1697 അഞ്ചുതെങ്ങ് കലാപമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സംഘടിത കലാപമാണെന്നുണ്ടെങ്കിൽ 1721 ആറ്റിങ്ങൽ കലാപം, 1721. കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് പറഞ്ഞാൽ ചില നാട്ടുപ്രമാണിമാർ ഇതിനെ എതിർത്തു. നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷത്തിനിടയാക്കിയത്. ഈ സംഘത്തെ വർഗ്ഗ വർണ്ണ ജാതി മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ചു വധിച്ചു. മാത്രമല്ല 5 തെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. കേരളത്തിലെ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യമർഹിക്കുന്നു. അപ്പോൾ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു ആർക്ക്? ബ്രിട്ടീഷുകാർക്ക് അല്ലേ. എന്നാൽ ഇത് എന്തെങ്കിലും അപായത്തിന് കാരണമാകുമെന്ന് വൈകുന്നിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇത് വേണ്ടെന്ന് പറഞ്ഞാലും ബ്രിട്ടീഷുകാരിലെ ആരാണ്? ഗിഫോർഡിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും പൂവാണ് സമ്മാനം കൊടുക്കുന്നതിനായിട്ട്. അപ്പോഴാണ് ഈ ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ പറയുന്നത് എന്താണ്? സൈനിക കലാപമായിട്ടുള്ള വെല്ലൂർ കലാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ചോദിച്ചിട്ടുണ്ടല്ലേ, ഇതിൻ്റെ വർഷം ചോദിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ 10th പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ വെല്ലൂർ കലാപം എന്ന് പറയുമ്പോൾ എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് കലാപത്തിന് പ്രധാനപ്പെട്ട കാരണം. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി. നെക്സ്റ്റ് സ്ത്രീ മുന്നേറ്റങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീരവനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. കിട്ടൂർ റാണി ചെന്നമ്മ പഠിച്ചിട്ടുണ്ടാവല്ലോ അല്ലേ. മറാത്ത ഭരണത്തിൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. മറാത്ത ഭരണത്തിൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ച നാട്ടുരാജ്യമാണ് കർണാടകയിലെ നാട്ടുരാജ്യമാണ് കിട്ടൂർ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ആംഗ്ലോ മറാത്ത യുദ്ധം നടന്നു എന്ന് പറഞ്ഞു. മൂന്നാമത്തെ യുദ്ധത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ കിട്ടൂർ പ്രദേശം ആരുടെ കീഴിലാകുന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാകുന്നത്. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിൻ്റെ ഭരണാധികാരി. അദ്ദേഹത്തിൻ്റെ മരണശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അപ്പോൾ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കുകയാണ്. ദത്തെടുത്തിട്ട് എന്ത് ചെയ്യാൻ പോണ്? അവർ കുട്ടികളില്ല അല്ലേ, അപ്പോൾ ദത്തെടുക്കാൻ തീരുമാനിക്കുകയാണ്. ദത്തെടുത്തിട്ട് ആ ആൺകുട്ടിയെ ഭരണാധികാരിയാക്കാൻ ശ്രമിക്കുകയാണത് ആര് തടയാണ്? ബ്രിട്ടീഷ് ഇന്ത്യ തടയാണ് അല്ലേ, ബ്രിട്ടീഷുകാർ തടയാണ് അല്ലേ. അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാണ് ഈ കിട്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലവും. ഇതിൽ പ്രകോപിതനായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരണപ്പെട്ടു. അപ്പോൾ ഇത്രയാണ് നമുക്ക് പുതിയ SCERT പഠിക്കാനായിട്ടുള്ളത്. പ്രധാനമായിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി പഴയ SCERT പറയുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ 10ാം ക്ലാസ്സിലെ പഴയ SCERT ആണ്. 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്നാണ്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ എന്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്? ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പ്രേരിപ്പിച്ച കാരണം പറയുന്നുണ്ട്. നോക്കിയേ, 1907 ജനുവരിയിൽ ഒരു ദിനം കൽക്കത്തയ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെ കർഷകനായിരുന്ന ഗാംഗുലിൻ്റെ മകളുടെ വിവാഹമായിരുന്നു. അപ്പോൾ എന്താണ്, കുറേ അതിഥികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഭക്ഷണത്തിലൊന്നും പഞ്ചസാര ചേർത്തിട്ടില്ല, പകരം ശർക്കരയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണ്, ഗാംഗുലി എന്താ പറഞ്ഞത്? നമ്മുടെ ദുരിതങ്ങൾക്കെല്ലാം കാരണക്കാരാണ് ബ്രിട്ടീഷുകാരാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നുവല്ലോ. അതിനാലാണ് ബ്രിട്ടീഷ് ഉൽപ്പന്നമായ പഞ്ചസാര വേണ്ടെന്ന് വെച്ചതും നമ്മുടെ ഉൽപ്പന്നമായ ശർക്കര ഉപയോഗിച്ചതും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതെന്ന് പറയുന്നുണ്ട്. കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കീഴടക്കി അധികാരം കൈയെടുത്തു അല്ലേ നമ്മൾ പറഞ്ഞു. സൈനിക ശക്തിയിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താണ് പുതിയ SCERT പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പ്ലാസി യുദ്ധം അല്ലേ, 1857 പ്ലാസി യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ. 1857 മുതൽ 1857 വരെയാണ് ഈ 100 വർഷ കാലയളവിലാണ് കൂടുതലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലാകുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. 63% എന്താണ്? ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലാണ്. ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലും
ബാക്കി വരുന്ന ഭാഗം നാട്ടുരാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരുടെ കീഴിലുമായിരുന്നു. ബ്രിട്ടീഷ് നയങ്ങളുടെ പ്രത്യാഘാതങ്ങൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ ദുരിതം ആദ്യം അനുഭവിച്ചതിൽ പ്രധാന വിഭാഗം കർഷകർ തന്നെയാണ്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി നയങ്ങളാണ് പ്രധാനമായിട്ടുള്ള കാരണം പറഞ്ഞു അല്ലേ. പരമാവധി വരുമാനം ഉണ്ടാക്കുക എന്നതാണ് നികുതി നയത്തിന്റെ ലക്ഷ്യമായിരുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത നികുതി സമ്പ്രദായങ്ങൾ ഏർപ്പെടുത്തി. നമ്മൾ പറഞ്ഞു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒഡീസ പ്രദേശങ്ങളിലാണ്. റേറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. മഹൽവാരി വ്യവസ്ഥയാണെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. ഈ പറഞ്ഞതിനെ വീണ്ടും പറയുന്നുണ്ട്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നമ്മൾ പറഞ്ഞു സെമീന്ദാർമാരെ കുറിച്ച് പറഞ്ഞല്ലോ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്ന ആരാണ്? സെമീന്ദാർമാരാണ്. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയും ആരുടെ പേരിലാണ്? ഉടമസ്ഥരാണ്? സെമീന്ദാർമാരാണ്. സെമീന്ദാർമാർ ഭൂവുടമകളായപ്പോൾ യഥാർത്ഥ കർഷകരായിട്ട് മാറി, കുടിയാന്മാരായിട്ട് മാറി. ഇളവിൻ്റെ 60% വരെ കർഷകർ നികുതിയായിട്ട് നൽകണം. ഇളവ് മോശമായാലും നികുതി നൽകണം. നിശ്ചിതയിൽ നികുതി പണമായിട്ട് നൽകണമായിരുന്നു. അങ്ങനെ പണമായിട്ട് നൽകിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവർ ആ ഭൂമി പിടിച്ചെടുക്കും അല്ലേ. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭുവാണ് ഈ നയം നടപ്പിലാക്കിയത്. അത് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. പഴയ SCRT പറയുന്നുണ്ട്. കോൺവാലിസ് പ്രഭുവാണ് ഈ നയം നടപ്പിലാക്കിയത്. അപ്പോൾ ഈ നയം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നമ്മൾ പറഞ്ഞു അല്ലേ. അതിൽ കോൺവാലിസ് പ്രഭു പറഞ്ഞിട്ടുണ്ടായിരുന്ന ടേബിളിൽ അല്ലേ. ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റേറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കായിരുന്നു? കർഷകനായിരുന്നു. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ആയിട്ടോ. വീണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നുള്ളൂ. എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ ദരിദ്രരാക്കി. മാത്രമല്ല നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചു. ഇനി മഹൽവാരി വ്യവസ്ഥയിലാണെങ്കിൽ ഗ്രാമത്തലവന്മാരാണ് നികുതി പിരിച്ചെടുത്തത്. ഈ വ്യവസ്ഥയിലും നികുതി നിരക്ക് അമിതമായിരുന്നു. ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കിയിരുന്നു അല്ലേ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ കാർഷിക രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. കർഷകരിൽ നിന്നും അതായത് കടം വാങ്ങിക്കുന്നതിനായിട്ട് ഇവർ എന്താണ് കൊള്ളപ്പലിശക്കാരുടെ അടുത്ത് പോവാണ്. അങ്ങനെ ഇവരും കൊള്ളപ്പലിശക്കാർ എന്ത് ചെയ്യാണ്? ഭൂമി ഇവരിൽ നിന്ന് വാങ്ങിക്കുകയാണ് അല്ലേ. കാരണം എന്താണ്? പണം തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ. നെക്സ്റ്റ് കൃഷിയുടെ വാണിജ്യവൽക്കരണം. ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയാണ്. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്തെ കർഷകർ പറയുകയാണ് വിപണിക്ക് അനുസരിച്ചിട്ടുള്ള കൃഷി ചെയ്യാനായിട്ട്. അതായത് നാണ്യവിളകൾ കൃഷി ചെയ്യാനായിട്ട് പറഞ്ഞു അല്ലേ. അങ്ങനെ നികുതി മാത്രമല്ല നികുതി എങ്ങനെ നൽകണം? പണമായിട്ട് നൽകണമെന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ അത് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾക്കായിരുന്നു വിപണിയിൽ ഉയർന്ന വില ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്ത്യൻ കൃഷിയിടങ്ങൾ യൂറോപ്പിനായിട്ട് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. പ്രധാനമായിട്ടും ഏതൊക്കെ വിളകൾ ഏതൊക്കെ പ്രദേശത്താണ് കൃഷി ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? നീലം ബംഗാൾ, ബീഹാർ. പരുത്തി മഹാരാഷ്ട്ര, പഞ്ചാബ്. കരിമ്പ് ഉത്തർപ്രദേശ്. തേയില ആസാം, കേരളം. ചണം ബംഗാൾ. ഗോതമ്പ് പഞ്ചാബ്. നീലം ബംഗാൾ, ബീഹാർ. പരുത്തി മഹാരാഷ്ട്ര, പഞ്ചാബ്. കരിമ്പ് ഉത്തർപ്രദേശ്. തേയില ആസാം, കേരളം. ചണം ബംഗാൾ. ഗോതമ്പ് പഞ്ചാബ്. ഇനി നീലം കർഷകരുടെ കലാപം നമ്മൾ പറഞ്ഞു. നീലം ഉപയോഗിക്കാനായിട്ട് എന്താണെന്ന് നോക്കി ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നോക്കൂ കേട്ടോ. നീലത്തിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് വിപണിയിൽ ഉയർന്ന വില ലഭിച്ചിരുന്നു. തുണികൾക്ക് നിറം നൽകാനാണ് നീലം ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ പോലെ കൃത്രിമ ചായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായ വ്യവസായ വിപ്ലവം തുണി നിർമ്മാണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായി. നീലത്തിൻ്റെ ആവശ്യം വർദ്ധിച്ചു. അങ്ങനെ നീലം കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? കർഷകർ വൻ തുക മുൻകൂറായിട്ട് നൽകി നീലം കൃഷി ചെയ്യിപ്പിച്ചു. എന്നാൽ എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യണം? ഇവർ പറയുന്ന സ്ഥലത്ത് തന്നെ അല്ലേ നോക്കി ഓരോ കർഷകനും തൻ്റെ കൃഷിയിടത്തിൻ്റെ നിശ്ചിത ഭാഗത്ത് നിലംകൃഷി ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭാഗത്താണ് നിലംകൃഷി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ വിളവെടുപ്പ് കാലത്താണെന്നുണ്ടെങ്കിലോ ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ കാരണം നിലത്തിന് കുറഞ്ഞ വില മാത്രമേ ലഭിച്ചുള്ളൂ. അതുപോലെ തന്നെ കൃത്രിമ ചായങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ നിലത്തിൻ്റെ ആവശ്യകത ഇല്ലാതായി. അങ്ങനെ നിലം കൃഷി കാരണം കർഷകൻ്റെ അവസ്ഥ കൂടുതൽ ദുരിതത്തിലാവാണ്. ഇനി 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച് നിലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പറയുന്നത്. അങ്ങനെ അമ്പും മില്ലും വാളും കുന്തമൊക്കെ ആയിട്ട് നിലം ഫാക്ടറികൾക്കെതിരെയായിട്ട് പോവുകയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരെയും അവർക്ക് വേണ്ടി ജോലി ചെയ്തവരെയും കലാപകാരികളെ ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തെ പറ്റി അറിഞ്ഞ് കൽക്കത്തയിൽ നിന്ന് നിരവധി വിദ്യാസമ്പന്നർ കലാപ പ്രദേശങ്ങളിലെത്തി കർഷകർക്ക് പിന്തുണ നൽകി. ക്ലിയർ ആണല്ലോ. ഇനി കർഷക കലാപങ്ങൾ കേരളത്തിലും. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മലബാറും കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ് കലാപത്തിലേക്ക് നയിച്ചത്. ജന്മിമാരെയാണ് ഭൂവുടമകളായിട്ട് ബ്രിട്ടീഷുകാർ കണക്കാക്കിയിരുന്നത് അല്ലേ. ജന്മിമാരെയാണ് ഭൂവുടമകളായിട്ട് ബ്രിട്ടീഷുകാർ കണക്കാക്കിയത്. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കലിനടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരെയാണ് കലാപം നടന്നത്. ഭൂവുടമകളായിരുന്ന ജന്മിമാരിൽ നിന്നും സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പാട്ടക്കുടിയന്മാരായിരുന്നു തെക്കേ മലബാറിലെ കർഷകർ.
തെക്കേ മലബാറിലെ കർഷകർ ഇവരെന്ത് ചെയ്യുന്ന ഇവരെ എന്താണ് മാപ്പിളമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അല്ലേ. അതുകൊണ്ട് 19-ാം നൂറ്റാണ്ടിലായ കലാപങ്ങളെയാണ് മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നത്. 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായി. ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലബാർ സ്പെഷ്യൽ പോലീസ് തുടർച്ചയായ മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന് പറയുന്ന ഒരു പോലീസ് സേനയെ രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ മലബാർ കലാപം എന്ന് വെച്ചാൽ എന്താണ്, ജന്മിമാരെയാണ് ഭൂവുടമകളായിട്ട് ബ്രിട്ടീഷുകാർ കണക്കാക്കിയത്. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാരെ കുടിയൊഴിപ്പിക്കലൊക്കെ നടത്താണ്. ഇതിനൊക്കെതിരെയായിട്ടാണ് മാപ്പിള കലാപം അല്ലെങ്കിൽ മലബാർ കലാപം 1921 നടക്കുന്നത് അല്ലേ. ഇതിന് വേണ്ടിയിട്ട് മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന് പറയുന്ന പ്രത്യേക സേനയെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കലാപങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് എന്താണ് വില്യം ലോഗൻ കമ്മീഷനെയും നിയമിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഈ കലാപത്തിന് കാരണമെന്ന് ഈ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. ഇനി ആരാണ് കനോലി? മാപ്പിള കലാപകാലത്ത് അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന കനോലിയെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് കലാപകാരികൾ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി കാടുകൾ കലാപഭൂമിയാവുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് രാജ്മഹൽ കുന്നുകളിലെ താഴ്വരയിൽ ജീവിച്ച ഗോത്രജനതയാണ് സാന്താൾമാർ. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ രാജ്മഹൽ കുന്നുകൾ വരുന്നത്. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് രാജ്മഹൽ കുന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്നതിനായിട്ടായിരുന്നു ബ്രിട്ടീഷുകാർ നോക്കുകയാണ്. അങ്ങനെ സാന്താൾ കലാപം സിന്ധുവിനെയും കാനുവിനെയും നേതൃത്വത്തിൽ നടക്കുകയാണ് അല്ലേ. 1855 നടക്കുന്നത് ഈ സാന്താൾ കലാപം നടക്കുന്നത്. ഗോത്രജനതയും ബ്രിട്ടീഷ് ഭരണത്തിനും ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു. വനവിഭവങ്ങൾ ശേഖരിക്കൽ, കന്നുകാലി വളർത്തൽ, പൂനം കൃഷി, വേട്ടയാടൽ എന്നിവയായിരുന്നു ഗോത്രജനതയുടെ ജീവിതോപാധികൾ. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് സംഭവിച്ചു? വന നിയമങ്ങൾ നടപ്പിലാക്കുകയാണ്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്? വന നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. വനങ്ങളെ സംരക്ഷിത പ്രദേശങ്ങളായിട്ട് പ്രഖ്യാപിച്ചതോടെ വനത്തിലേക്കുള്ള പ്രവേശനം നിഷേധിക്കുകയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായിട്ടുള്ള മരങ്ങളൊക്കെ ലഭിച്ച മരങ്ങളെയാണ് സംരക്ഷിത വനമായിട്ട് പ്രഖ്യാപിച്ചത്. ഇത് വനങ്ങളിലൊക്കെയാണ് ഇവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്? വന നിയമങ്ങൾ കൊണ്ടുവരാണ്. അതായത് ഇനി ഈ വനങ്ങളിലേക്ക് ഒന്നും കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന നിയമം കൊണ്ടുവരാണ്. പക്ഷേ ഇവർ കൊണ്ടുവരുന്നതിന് ഉദ്ദേശം എന്താണ്? ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായിട്ടുള്ള വനങ്ങൾ ഏതൊക്കെയാണ് വേണ്ടത് അവയാണ് സംരക്ഷിത പ്രദേശമാക്കി മാറ്റുന്നത്. എന്നിട്ട് ഇവരെന്ത് ചെയ്യാണ്? ഈ വനങ്ങളൊക്കെ മുറിച്ച് മാറ്റിക്കൊണ്ട് പോവാണ് അല്ലേ. കപ്പൽ നിർമ്മാണം, റെയിൽപാത നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് വനങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാർ മരങ്ങൾ ധാരാളമായി മുറിച്ചിരുന്നു. തോട്ടം വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയും വനങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. ഗോത്രജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തി. ഈ സാഹചര്യത്തിലാണ് വിവിധ ഗോത്ര വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാരെതിരെ കലാപം നടത്തിയത്. ഈ കുറിച്യ കലാപത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിലാണ് പറയുന്നത്. കുറിച്യ കലാപം എന്ന് വെച്ചാൽ എന്താണ്? ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം അല്ലേ. വയനാട്ടിലെ കുറിച്യ കലാപം അറിയാലോ. 1812 ഈ കലാപം നടക്കുന്നത് അല്ലേ. ബ്രിട്ടീഷുകാർ അമിതമായ നികുതി ചുമത്തിയതും നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തൊക്കെയാണ് അതിന് കാരണം. കലാപം നടന്നത് കുറിച്ച് നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലാണ്. ആരുടെ നേതൃത്വത്തിലാണ്? രാമൻ നമ്പിയുടെ അല്ലേ. ഗോത്രജനതയ്ക്ക് പുറമെ മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയെ പിടികൂടി പതിച്ചു. തലശ്ശേരിയിൽ അന്നത്തെ സബ് കളക്ടർ TH ബേബർ എന്താ പറഞ്ഞത്? 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെന്ന്. അപ്പം കുറിച്യ കലാപം 1812 നടക്കുന്നത്. രാമൻ നമ്പിയാണ് നേതൃത്വം നൽകിയത്. TH ബേബറാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അതും പഠിച്ചു വെച്ചിരിക്കുകയാണ്. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറയുന്നത് കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇനി പ്രധാനമായിട്ടും വേറെ ഗോത്ര കലാപങ്ങളുണ്ട്. പഹാരിയ കലാപം, കോൾ കലാപം, ഗാസി കലാപം, ബീൽ കലാപം, മുണ്ട കലാപം എന്നിവയൊക്കെയാണ്. ഇനി പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച. വില്യം ബെന്റിക് പ്രഭു എന്താ പറയുന്നത്? ഇന്ത്യയിലെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഒരു കാലത്ത് ലോകമെങ്ങും പ്രശസ്തമായിരുന്ന ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ച സംബന്ധിച്ചിട്ടാണ് വില്യം ബെന്റിക് ഇങ്ങനെ പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, തുണി വ്യവസായം എന്ന് പറയുന്നത് ഇവർ എന്താണ് കൈത്തൊഴിലുകാരായിരുന്നു അല്ലേ. അപ്പോൾ ഇവരുടെ തുണികൾക്കൊക്കെ എന്താണ് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. പക്ഷേ യന്ത്രനിർമ്മിത വസ്തുക്കളൊക്കെ ഇറക്കുമതി ചെയ്യാണ് ബ്രിട്ടീഷുകാർ. അപ്പോൾ അതിനെന്താണ് റേറ്റ് കുറവാണ്. അപ്പോൾ ആൾക്കാർ അത് വാങ്ങിക്കുകയാണ് അല്ലേ. അപ്പോൾ അവരുടെ ജോലി നഷ്ടപ്പെടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റെയിൽവേ വ്യാപകമായതും ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ഇന്ത്യയിലെ തുറമുഖ നഗരങ്ങളിലെത്തുന്ന തുണിത്തരങ്ങൾ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുവാനും ഗ്രാമങ്ങളെ പരുത്തി ശേഖരിച്ച് തുറമുഖങ്ങളിലൂടെ ബ്രിട്ടനിൽ എത്തിക്കുവാനും റെയിൽവേയുടെ വ്യാപനം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഇതോടെ ഗ്രാമങ്ങളിലെ വിപണിയും ഇന്ത്യൻ നെയ്ത്തുകാർക്ക് നഷ്ടമായി. അപ്പോൾ റെയിൽവേ വരാണ്. അപ്പോൾ റെയിൽവേ വരെ വരുമ്പോൾ കുറച്ചും കൂടി ഈസി ആയില്ലേ കയറ്റുമതിക്കും ഇറക്കുമതിക്കൊക്കെ. അങ്ങനെ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ഇവരെന്ത് ചെയ്തു? നന്നായിട്ട് നികുതി ഏർപ്പെടുത്തിയില്ലേ. അങ്ങോട്ട് കഴുത്തേക്കുന്നതിനൊക്കെ നന്നായിട്ട് നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും കാരണം ധാരാളം തൊഴിലാളികൾ നെയ്ത്ത് ജോലി ഉപേക്ഷിച്ചു. കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കൈമാറാനും കുറഞ്ഞ കൂലിക്ക് കൂലി ചെയ്യാനും അവർ തൊഴിലാളികളെ നിർബന്ധിച്ചു. ഇത് കാരണം മറ്റു പലരും മറ്റു ജോലികൾ തേടിപ്പോയി. തുണി വ്യവസായത്തിൻ്റെ തകർച്ചയുടെ ആദ്യ പ്രതിഫലനം കണ്ടത് നഗരങ്ങളിലായിരുന്നു.
മുർഷിദാബാദും ധാക്കയും പോലുള്ള തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങൾ ജനവാസരഹിതമാവുകയും ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർ ഗ്രാമങ്ങളിലെത്തി കൃഷിപ്പണിയിലേക്ക് തിരിയുകയും ചെയ്തു. ഇത് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാക്കി. കാർഷിക മേഖലയിൽ ഏർപ്പെട്ടവരുടെ എണ്ണത്തിലെ വർധനവ് കാരണം കൃഷിഭൂമി ചെറിയ തുണ്ടുകളായി മാറി. ഉൽപാദനം ഇരട്ടിപ്പായിരുന്നു ഇതിൻ്റെ പ്രത്യക്ഷമായ ഫലം. അപ്പോൾ ഓരോ ഗ്രാമീണ വ്യവസായങ്ങളും അതിൻ്റെ തകർച്ചയുടെയും കാരണം ഇവിടെ പറയുന്നുണ്ട്. മൺപാത്ര നിർമ്മാണമാണെങ്കിൽ അലുമിനിയം പാത്രങ്ങൾ ഇറക്കുമതി ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? മൺപാത്ര നിർമ്മാണം നിന്നു അല്ലേ. തുകൽപ്പണി, അസംസ്കൃത വസ്തുവായ തുകലിൻ്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി. ഇനി മരപ്പണിയാണെങ്കിൽ ലോഹ നിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം എന്താണ്? ഈ ഒരു മരപ്പണിയും തകരാൻ കാരണമാവാണ്. ഇനി ആധുനിക വ്യവസായങ്ങളുടെ ആരംഭവും തൊഴിലാളികളുടെ അവസ്ഥയും. അതായത് ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യൻ വ്യവസായങ്ങൾ ആരംഭിക്കുകയാണ്. ആധുനിക ഇന്ത്യൻ വ്യവസായങ്ങൾ ആരംഭിക്കുകയാണ്. അതിൽ തോട്ട വ്യവസായങ്ങളാണ് ആദ്യമായിട്ട് സ്ഥാപിച്ചത്. പിന്നീട് തുണി, ചാണം, ഇരുമ്പുരുക്ക്, പേപ്പർ തുടങ്ങിയ വ്യവസായങ്ങളൊക്കെ ആരംഭിച്ചു. അവിടുത്തെ കർഷകരെ അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾ കുറേ ചൂഷണം നേരിട്ടിട്ടുണ്ടായിരുന്നു. മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം, കുറഞ്ഞ കൂലി, അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങളൊക്കെ അല്ലേ. അക്കാലത്ത് ഇന്ത്യയിൽ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബോംബെയിലെ തുണിമിൽ തൊഴിലാളികളുടെയും കൽക്കട്ടയിലെ ചണമിൽ തൊഴിലാളികളുടെയും സമരം എന്താണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോ ഭാഗത്തായിരുന്നു ഓരോരുത്തരും സമരം നടത്തുന്നുണ്ട്. ബോംബെയിലെ തുണിമിൽ തൊഴിലാളികളുടെയും അതുപോലെ തന്നെ കൽക്കട്ടയിലെ ചണമിൽ തൊഴിലാളികളുടെയും സമരത്തിന് ഉദാഹരണങ്ങളാണ്. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ദുരന്തഫലം അനുഭവിക്കേണ്ടി വന്ന ജനവിഭാഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറഞ്ഞത് അല്ലേ. ഇനി ബ്രിട്ടീഷ് ആധിപത്യ കാലത്തെ തൊഴിലാളി ജീവിതം ആരാണ്? ജർഗൻ കുയാസ്കി പറയുന്നുണ്ട്. വയറുനിറയെ ആഹാരമില്ലാതെ വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ തൊഴിലാളി വ്യവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് SCERT പഠിക്കാനായിട്ടുള്ളത്. പ്രധാനമായിട്ടുള്ള എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ SCERT പറയുന്ന കാരണം കുറച്ചൊക്കെ ഞാൻ സ്പീഡിലാണ് പറഞ്ഞു പോയിരിക്കുന്നത്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും അഡീഷണൽ ആയിട്ട് വരുന്ന പോയിന്റ്സ് മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് NCERT വരുന്നത് നോക്കാം. ഇതിൽ യൂറോപ്യന്മാരുടെ കുറിച്ചിട്ട് അങ്ങനെ പറയുന്നില്ല. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് യൂറോപ്യന്മാരുടെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ളൊരു ചാപ്റ്റർ പറയുന്നില്ല. പക്ഷെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിച്ച സ്ഥിതിക്ക് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് കൊളോണിയലിസവും ഗ്രാമപ്രദേശവും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുണ്ട്. നമുക്ക് ടേബിളായിട്ട് നമ്മൾ പഠിച്ചു അല്ലേ. അത്രയും തന്നെയാണ് PSC ഇതുവരെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ ചോദിക്കുമെന്ന്. അപ്പോൾ നമുക്ക് NCERT ഒന്നും നമുക്ക് എന്താണ് ജസ്റ്റ് അതിലെന്താ പറയണേന്നൊന്ന് വായിച്ചു പോവാം അല്ലേ. ഞാൻ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കുറേ ഉണ്ട് പറയാനായിട്ട്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം ഈ ഒരു ചാപ്റ്ററിൽ നോക്കാം കേട്ടോ. ഫസ്റ്റ് എന്താണ്? ബർദ്വാനിലെ ലേലത്തിൻ്റെ പ്രസക്തിയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ബർദ്വാനിലെ ലേലത്തിൻ്റെ പ്രസക്തി? അതുപോലെ തന്നെ എന്താണ് കള്ളുകളി എന്ന് വെച്ചാൽ എന്താണ് നോക്കാം. 1897 ബർദ്വാനിൽ ഒരു ലേലം നടന്നു. ബർദ്വാനിലെ രാജയുടെ കൈവശമുണ്ടായിരുന്ന അനേകം മഹലുകൾ ലേലത്തിന് വിറ്റു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം സെമീന്ദാർമാർ ഒരു നിശ്ചിത തുക ഭൂനികുതിയായി കമ്പനിക്ക് നൽകണമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു. ഈ തുക നൽകുന്നതിൽ സെമീന്ദാർമാർ വീഴ്ച വരുത്തിയാൽ കമ്പനി അവരുടെ ഭൂമികൾ കണ്ടുകെട്ടി ലേലം ചെയ്ത് വിൽക്കുമെന്നായിരുന്നു വ്യവസ്ഥ. അതായത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ് അവിടെ. നമുക്കറിയാം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ എന്ന പ്രദേശങ്ങളുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ബംഗാളിലും ഈ ഒരു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഉണ്ടായിരുന്ന സമയത്ത് ബർദ്വാനിലെ രാജ ഭൂനികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുകയും വലിയ കുടിശ്ശിക വരുത്തി വയ്ക്കുകയും ചെയ്തു. ബർദ്വാനിലുള്ള രാജ എന്ത് ചെയ്യാണ്? ഭൂനികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്താണ്. അപ്പോൾ വലിയ കുടിശ്ശിക വരാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റുകൾ ലേലം ചെയ്ത് ധാരാളം പേർ ലേലത്തിൽ പങ്കെടുത്തു. എന്നാൽ അധികം താമസിയാതെ ലേലത്തിൽ നടന്ന അസാധാരണമായൊരു കള്ളക്കളി കളക്ടർ കണ്ടെത്തുകയുണ്ടായി. എസ്റ്റേറ്റുകൾ ലേലത്തിൽ പിടിച്ചവരിൽ ഭൂരിഭാഗവും രാജയുടെ ഏജന്റുമാരും അതുപോലെ തന്നെ ഭൃത്യന്മാരുമായിരുന്നു. അവർ രാജയുടെ ബിനാമിമാരായാണ് ലേലത്തിൽ ഭൂമി വാങ്ങിയത്. ലേലത്തിൽ നടന്ന 95% വിൽപ്പനയും എന്തായിരുന്നു? കപടമായിരുന്നു. അതായത് എന്താ പറയുന്നത്? ബർദ്വാനിലെ രാജ ഭൂനികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്താണ്. അപ്പോൾ വലിയ കുടിശ്ശിക വരുത്താണ്. അപ്പോൾ ഇങ്ങനെ ലേലം അല്ലെ എസ്റ്റേറ്റുകൾ ലേലം ചെയ്യാണ്. അപ്പോൾ കുറേ ലേലത്തിൽ കുറേ പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കൂടുതലായിട്ട് കള്ളക്കളിയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം ആൾക്കാരും രാജ്യയുടെ ഏജന്റുമാരും ഭൃത്യന്മാരായിരുന്നു. അവരാണ് ഇത് ഈ ലേലത്തിൽ ഭൂമി വാങ്ങിയെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? കോൺവാലിസ് പ്രഭുവാണ് 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്.
ബംഗാളിലെ രാജമാർ, താലൂക്ക്ദാർമാർ എന്നിവരുമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഉണ്ടാക്കിയത്. അവരെ സെമീന്ദാർമാർ എന്നൊരു വിഭാഗമായി കണക്കാക്കി. സെമീന്ദാർമാർ ഒരു നിശ്ചിത തുക ഭൂനികുതിയായി വർഷം തോറും ഗവൺമെന്റിന് നൽകണം. ഭൂനികുതി സ്ഥിരമാണ്, അതൊരു കാരണവശാലും വർദ്ധിപ്പിക്കുകയില്ല. ശാശ്വത ഭൂനികുതി പ്രകാരം സെമീന്ദാർമാർ ഭൂമിയുടെ ഉടമയല്ല, ഗവൺമെന്റിന് വേണ്ടി നികുതി പിരിക്കുന്ന ഒരാളുടെ പദവിയാണ് ഈ സെമീന്ദാർമാർക്ക് ഉണ്ടായിരുന്നത് അല്ലേ. സെമീന്ദാർമാരുടെ കീഴിൽ ധാരാളം ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. അവർ നികുതി പിരിച്ചുകൊണ്ടിരുന്ന ഈ പ്രദേശങ്ങളെ സെമീന്ദാരികൾ എന്നാണ് വിളിച്ചിരുന്നത്. എസ്റ്റേറ്റുകളിലെ കർഷകർ സെമീന്ദാർമാരുടെ കുടിയാന്മാരായി മാറി. കർഷകർ എന്തായി മാറി? കുടിയാന്മാരായി മാറി. സെമീന്ദാർമാർ പിരിച്ചെടുത്ത നികുതിയിൽ ഒരു നിശ്ചിത തുക ഗവൺമെന്റ് നൽകിയ ശേഷം ബാക്കിയുള്ള സംഖ്യ ആർക്ക് എടുക്കാമായിരുന്നു? ആര് എടുത്തു? സെമീന്ദാർമാർ എടുത്തു അല്ലേ. ഗവൺമെന്റ് നൽകേണ്ട സംഖ്യയിൽ വീഴ്ച വരുത്തിയാൽ അവരുടെ കീഴിലുള്ള ഭൂമി ലേലം ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ സെമീന്ദാർമാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ്? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുണ്ടായിരുന്നു. അവിടെ നികുതി പിരിച്ചിട്ടുണ്ടായിരുന്ന സെമീന്ദാർമാരാണ്. ഈ സെമീന്ദാർമാർ എന്ത് ചെയ്യും? ഒരു ഭൂനികുതി വർഷം തോറും ഗവൺമെൻറ് കൊടുക്കണം. അതിൽ കുറച്ച് ഭാഗം ആരെടുക്കും? സെമീന്ദാർമാരും എടുക്കും. അങ്ങനെ ഇവരുടെ പ്രദേശങ്ങളിൽ സെമീന്ദാരികൾ എന്നാണ് വിളിച്ചിരുന്നത്. ഈ ഒരു എന്താണ് നികുതി പിടിച്ചുകൊണ്ടിരുന്ന ആ പ്രദേശങ്ങളെ സെമീന്ദാരികൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇനി എസ്റ്റേറ്റുകളിലെ കർഷകർ സെമീന്ദാർമാരുടെ ആരാണ്? കുടിയാന്മാരായിട്ടാണ് മാറിയത് അല്ലേ. അവിടുത്തെ കർഷകർ ആരാണ്? സെമീന്ദാർമാരുടെ കുടിയാന്മാരായിട്ട് മാറി. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കുറച്ച് ഗവൺമെന്റിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഗവൺമെന്റ് നൽകേണ്ട വീഴ്ചയിൽ എന്തെങ്കിലും ഒരു സംഖ്യയിൽ വീഴ്ച വരുത്തിയാൽ അവരുടെ കീഴിലുള്ള ഭൂമി ലേലം ചെയ്തെടുക്കും ബ്രിട്ടീഷുകാർ കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് സെമീന്ദാർമാർ നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയത് എന്തുകൊണ്ടാണ് സെമീന്ദാർമാർ നികുതി നൽകിയതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടായിരുന്നത്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയ്ക്ക് ശേഷമുള്ള ആദ്യ ദശകങ്ങളിൽ നികുതി നൽകുന്നതിൽ സെമീന്ദാർമാർ തുടർച്ചയായി വീഴ്ച വരുത്തുകയും തിരിച്ചടയ്ക്കാത്ത കുടിശ്ശിക കുമിഞ്ഞുകൂടുകയും ചെയ്തു. ഒന്നാമതായി തുടക്കത്തിൽ നികുതി വളരെ ഉയർന്നതായിരുന്നു. എക്കാലത്തേക്കുമായി നികുതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ വില ഉയരുന്നതിൻ്റെയോ കൃഷി വ്യാപിക്കുന്നതിൻ്റെയോ ഫലമായി ഉണ്ടാകാവുന്ന വരുമാന വർധനവിൻ്റെ പങ്ക് കമ്പനിക്ക് ഒരിക്കലും അവകാശപ്പെടാനാവില്ല എന്ന തോന്നലുണ്ടായിരുന്നതിനാലാണ് വളരെ ഉയർന്ന നികുതി തുടക്കത്തിൽ നിശ്ചയിച്ചത്. അതായത് ഇവിടെ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞു ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കറക്റ്റ് നികുതി ഇത്രയൊരു നികുതി അവരെ ഒരു സംഖ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സംഖ്യ എന്ന് പറയുന്നത് വളരെ ഉയർന്ന നികുതിയായിരുന്നു. കാരണം എന്താണ്? എങ്ങാനും ഇവർക്ക് നല്ല ലാഭം ഉണ്ടാവാമെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ തുക ഗവൺമെൻറ് കിട്ടിയില്ലെങ്കിലോ അത് കാരണം ഇവരെന്ത് ചെയ്തു? നല്ല ഉയർന്ന നികുതി അങ്ങോട്ട് നിശ്ചയിച്ചു. കാർഷിക ഉൽപ്പാദനം വർദ്ധിക്കുകയും വില ഉയർന്നു വരികയും ചെയ്യുന്നതോടെ സെമീന്ദാർമാരുടെ മേലുള്ള ഭാരം ക്രമേണ കുറയുമെന്ന് വാദിച്ചുകൊണ്ടാണ് മുൻകൂട്ടി തങ്ങളെ നഷ്ടം കുറയ്ക്കുവാനായി കമ്പനി നികുതി നിരക്ക് കുത്തനെ ഉയർത്തി നിശ്ചയിച്ചത്. രണ്ടാമതായി ഈ ഉയർന്ന നിരക്ക് നിശ്ചയിച്ചത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലകൾക്ക് മാന്ദ്യം അനുഭവപ്പെടുന്ന 1890-കളിലായിരുന്നതിനാൽ കർഷകർക്ക് തങ്ങളുടെ നികുതി വിഹിതം സെമീന്ദാർക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്താണ്? സാമ്പത്തിക മാന്ദ്യമുള്ള സമയമായിരുന്നു. അതിനാൽ തന്നെ കറക്റ്റായിട്ട് അടയ്ക്കാനായിട്ട് പറ്റില്ല കർഷകർക്ക്. മൂന്നാമതായി നികുതി സ്ഥിരമായതിനാൽ വിളവെടുപ്പ് പോലും കണക്കിലെടുക്കാതെ കൃത്യമായി തുക അടയ്ക്കണം. വാസ്തവത്തിൽ സൂര്യാസ്തമയ നിയമം അനുസരിച്ച് നിർദ്ദിഷ്ട തീയതിയിൽ സൂര്യാസ്തമയ സമയത്തിന് മുമ്പ് നികുതി അടച്ചില്ലെങ്കിൽ സെമീന്ദാരികളെ ലേലത്തിന് വിധേയമാക്കാമായിരുന്നു. അപ്പോൾ എന്താ പറയുന്നത്? കറക്റ്റ് നികുതി തന്നെ കൊടുക്കണം. അതിൽ എന്താണ് വിളവ് മോശമാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കറക്റ്റായിട്ട് എന്ത് കൊടുക്കണം? നികുതി കൊടുക്കണം അല്ലേ. നാലാമതായി കർഷകരിൽ നിന്ന് വാടക പിരിച്ചെടുക്കാനും സെമീന്ദാരികൾ കൈകാര്യം ചെയ്യാനുമുള്ള സെമീന്ദാരുടെ അധികാരം ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ ആരംഭത്തിൽ തന്നെ പരിമിതമാക്കിയിരുന്നു. കമ്പനി സെമീന്ദാർമാരുടെ പ്രാധാന്യം അംഗീകരിച്ചിരുന്നുവെങ്കിലും കമ്പനിക്ക് അവരെ നിയന്ത്രിക്കുകയും അവരുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും സ്വയംഭരണാധികാരം ചുമക്കുകയും വേണമായിരുന്നു. സ്വയംഭരണാധികാരം ചുരുക്കുകയും വേണമായിരുന്നു. എന്താ പറയണതെന്ന് വെച്ചാൽ ഈ കമ്പനി സെമീന്ദാർമാരുടെ പ്രാധാന്യം അംഗീകരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പ്രത്യക്ഷത്തിൽ. എന്നാൽ ഇവർക്ക് ഈ സെമീന്ദാർമാരെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഈ സെമീന്ദാർമാരുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനും ഒക്കെ അധികാരം ആർക്കുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. സെമീന്ദാർമാരുടെ പട്ടാളത്തെ പിരിച്ചുവിടുകയും കസ്റ്റംസ് തീരുവകൾ നിർത്തലാക്കുകയും അവരുടെ കച്ചേരികൾ കോടതികൾ കമ്പനി നിയമിച്ചൊരു കളക്ടറുടെ മേൽനോട്ടത്തിന് കീഴിലാക്കുകയും ചെയ്തു. അങ്ങനെ അവസാനം എന്ത് ചെയ്തു? സെമീന്ദാർമാരുടെ പട്ടാളത്തെ പിരിച്ചുവിട്ടു. അതിനുശേഷം ഈ കസ്റ്റംസ് തീരുവകളൊക്കെ നിർത്തലാക്കി. പിന്നെ ഇവരുടെ കോടതികളൊക്കെ കമ്പനി നിയമിച്ച ഒരു കളക്ടറുടെ മേൽനോട്ടത്തിന് കീഴിലായി. പ്രാദേശികമായി നീതിപാലനവും നിയമപാലനവും നടത്തുവാനുള്ള അധികാരങ്ങൾ സെമീന്ദാർമാർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ സെമീന്ദാർമാർക്ക് എന്താണ്? കോടതികളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അവർക്ക് എന്താണ് നീതിപാലനവും നിയമപാലനമൊക്കെ നടത്താനുള്ള അധികാരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചെടുത്തപ്പോൾ അതിന് പറ്റിയില്ല. ഇനി നികുതി പിടിച്ചെടുക്കുന്നത് ദുഷ്കരമായിരുന്നു. ചില അവസരങ്ങളിൽ മോശം വിളവെടുപ്പും കുറഞ്ഞ വിലയും കാരണം കൃത്യമായി നികുതി നൽകാൻ കർഷകർക്ക് കഴിഞ്ഞിരുന്നില്ല. ചിലപ്പോൾ കർഷകർ നികുതി നൽകുന്നതിൽ മനഃപൂർവ്വം താമസം വരുത്തിയിരുന്നു. ക്ലിയർ ആണല്ലോ.
അപ്പോൾ സെമീന്ദാർമാരെ കുറിച്ച് നമ്മൾ ചെറിയൊരു കുറച്ച് പോയിന്റ്സ് നമ്മൾ SCRTയിൽ കണ്ടു. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഉണ്ടായെന്നൊക്കെ പറയുന്ന ആണ് ഈ ഒരു NCRTയിൽ. നെക്സ്റ്റ്, ജോട്ടേദാർമാരുടെ ഉയർച്ചയുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? സെമീന്ദാർമാരോടുള്ള അവരുടെ സമീപനം എന്തായിരുന്നു? 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നിരവധി സെമീന്ദാർമാർ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ജോട്ടേദാർമാർ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം സമ്പന്ന കർഷകർ ബംഗാളിലെ ഗ്രാമങ്ങളിൽ അവരുടെ സ്ഥാനം ഉറപ്പിച്ചു. അപ്പോൾ ആ സമയത്ത് എന്താണ് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെമീന്ദാർമാർ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഒരു മധ്യവർഗം വരാണ്, സമ്പന്ന മധ്യവർഗം വരാണ്. ഈ സമ്പന്ന മധ്യവർഗത്തെയാണെന്ന് അറിയപ്പെടുന്നത് ജോട്ടേദാർമാർ എന്നറിയപ്പെടുന്നത് അല്ലേ. ഇവർ അവരുടെ ഗ്രാമങ്ങളിൽ അവരുടെ സ്ഥാനം ഉറപ്പിക്കുകയാണ്. ചിലയിടങ്ങളിൽ ഹൗലേദാർ, ഗ്രാൻഡീദാർ, മണ്ഡൽ എന്നീ പേരുകളിലും അവർ അറിയപ്പെട്ടിരുന്നു. അതായത് ഈ ജോട്ടേദാർമാരെ എന്താണ് ഹൗലോദാർ, ഗ്രാൻഡീദാർ, മണ്ഡൽ എന്ന പേരുകളിലും അവരെ അറിയപ്പെട്ടിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ ജോട്ടേദാർമാർ വിശാലമായ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കിയിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജോട്ടേദാർമാർ കുറേ പ്രദേശങ്ങൾ കീഴടക്കിയിട്ടുണ്ടായിരുന്നു, സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. പ്രാദേശിക വ്യാപാരം, പണം, പലിശയ്ക്ക് കടം കൊടുക്കൽ എന്നിവ ജോട്ടേദാർമാരുടെ നിയന്ത്രണത്തിലായിരുന്നു. അതിനാൽ പാവപ്പെട്ട കർഷകരുടെ മേൽ അധികാരം പ്രയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞു. അപ്പോൾ മധ്യവർഗ്ഗക്കാരെയാണല്ലേ, സമ്പന്ന മധ്യവർഗ്ഗക്കാരാണ് ജോട്ടേദാർമാർ എന്ന് പറയുന്നത്. ഇവരും എന്താണ് ചെയ്യുന്നത്? പ്രാദേശിക വ്യാപാരം, അതുപോലെ തന്നെ പണം, പലിശയ്ക്ക് കടം കൊടുക്കൽ എന്ന് പറയുന്ന ഒരു ഭാഗമൊക്കെ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നിയന്ത്രണത്തിൽ ആരുടെ നിയന്ത്രണത്തിലാണ്? ജോട്ടേദാർമാരുടെ നിയന്ത്രണത്തിലായി. അതിനാൽ തന്നെ പാവപ്പെട്ട കർഷകരുടെ മേൽ അധികാരം ആര് ചെയ്യാണ്? നമ്മുടെ ഈ ജോട്ടേദാർമാർ ചെയ്യാണല്ലേ. ജോട്ടേദാർമാരുടെ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്നത് പങ്കപാട്ടക്കാരാണ്. അതിയാർ, ബർഗീദാർ എന്നീ പേരുകളിലും അറിയപ്പെട്ടു. എന്താണ് പറയുന്നത്? ജോട്ടേദാർമാരുടെ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്നത് ആരാണ്? പങ്കപാട്ടക്കാരാണ്. ഇവരെ അതിയാർ, ബർഗീദാർ എന്നൊക്കെ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. തങ്ങളുടെ സ്വന്തം കലപ്പ ഉപയോഗിച്ചാണ് അവർ പണിയെടുത്തിരുന്നത്. കൊയ്ത്തിനു ശേഷം മൊത്തം വിളവിന്റെ പകുതിയിലേറെ അവർ ജോട്ടേദാർമാർക്ക് നൽകണമായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ജോട്ടേദാർമാർ സെമീന്ദാർമാരേക്കാൾ കരുത്തരായിരുന്നു. അപ്പം ഇവിടെ ജോട്ടേദാർമാരുടെ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്നത് പങ്കപാട്ടക്കാരാണ്. ഇവരൊക്കെ സ്വന്തം കലപ്പ ഉപയോഗിച്ചിട്ടാണ് പണിയെടുത്തിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കൊയ്ത്തിന് ശേഷം ഈ മൊത്തം വിളവിൻ്റെ പകുതിയിൽ കൂടുതൽ ആർക്ക് കൊടുക്കണം? ഈ ജോട്ടേദാർമാർക്ക് കൊടുക്കണം. ചുരുക്കം പറയുകയാണെങ്കിൽ സെമീന്ദാർമാരേക്കാളും കൂടുതൽ പദവി ആർക്ക് വരാണ്? ജോട്ടേദാർമാർക്ക് വരാണ് അല്ലേ. ഗ്രാമങ്ങളുടെ നികുതി വർദ്ധിപ്പിക്കാനുള്ള, അതായത് ജമ വർദ്ധിപ്പിക്കാനുള്ള സെമീന്ദാർമാരുടെ ശ്രമങ്ങളെ അവർ ശക്തമായി എതിർത്തു. സെമീന്ദാർമാർ നിയമിച്ച ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയെ അവർ തടസ്സപ്പെടുത്തി. കൂടാതെ തങ്ങളുടെ ആശ്രിതരായ കർഷകരുടെ സഹായത്തോടെ സെമീന്ദാർമാർക്ക് നികുതി നൽകുന്നത് അവർ മനഃപൂർവ്വം വൈകിപ്പിക്കുകയും ചെയ്തു. നികുതി നൽകാത്തതിൻ്റെ പേരിൽ സെമീന്ദാർമാരുടെ എസ്റ്റേറ്റുകൾ ജലത്തിൽ വിൽക്കുമ്പോൾ അത് വാങ്ങിച്ചിരുന്നത് പലപ്പോഴും ജോട്ടേദാർമാരായിരുന്നു. അപ്പോൾ സെമീന്ദാർമാർ നിയമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയൊക്കെ അത് തടസ്സപ്പെടുത്താണ്, ജോട്ടേദാർമാർ തടസ്സപ്പെടുത്താണ്. അതുപോലെ തന്നെ തങ്ങളുടെ ആശ്രിതരായിട്ടുള്ള കർഷകരുടെ സഹായത്തോട് കൂടിയിട്ട് സെമീന്ദാർമാർക്ക് നികുതി നൽകണമല്ലോ, അതൊക്കെ കൊടുക്കുന്നത് വൈകിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സെമീന്ദാർമാർക്ക് ലേലത്തിൽ പോകാനല്ലേ. അങ്ങനെ സെമീന്ദാർമാർ എസ്റ്റേറ്റുകളൊക്കെ ലേലത്തിൽ വിൽക്കുമ്പോൾ ഇത് വാങ്ങിച്ചിരുന്നത് ആരായിരുന്നു? കൂടുതലും ജോട്ടേദാർമാരാണ്. നെക്സ്റ്റ്, എന്താണ് 5-ാം റിപ്പോർട്ട്? അതിൻ്റെ ഉള്ളടക്കവും പ്രാധാന്യമാണ് ചോദിച്ചിരിക്കുന്നത്. 1813 ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചുമുള്ള ഒരു റിപ്പോർട്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ സമർപ്പിച്ചു. ഇതിനെയാണ് 5-ാം റിപ്പോർട്ട് എന്നറിയപ്പെടുന്നത്. 5-ാം റിപ്പോർട്ട് എന്ന് വെച്ചാൽ 1813 സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെക്കുറിച്ചിട്ടും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഒരു റിപ്പോർട്ട് ആരെ സമർപ്പിക്കുകയാണ്? ബ്രിട്ടീഷ് പാർലമെന്റിൽ സമർപ്പിക്കുകയാണ്. ഇതിനെയാണ് എന്ന് പറയുന്നത് 5-ാം റിപ്പോർട്ട് എന്ന് പറയുന്നത്. 5-ാം റിപ്പോർട്ടിൽ കൂടുതലായിട്ട് പറയുന്ന കാര്യങ്ങൾ സെമീന്ദാർമാരുടെയും കർഷകരുടെയും നിവേദനങ്ങളും ജില്ലാ കളക്ടർമാരുടെ റിപ്പോർട്ടുകളും നികുതി വരുമാനത്തെക്കുറിച്ചുള്ള സ്ഥിതി വിവര കണക്കുകളുടെ പട്ടിക, ബംഗാളിലെയും മദ്രാസിലെയും റവന്യൂ നീതിന്യായ ഭരണത്തെക്കുറിച്ചുള്ള ഉദ്യോഗസ്ഥന്മാർ എഴുതിയിട്ടുള്ള കുറിപ്പുകളൊക്കെയാണ്. നെക്സ്റ്റ്, പഹാരിയാസും സാന്താളുകളും തമ്മിലുള്ള പോരാട്ടത്തെ കൈക്കോട്ടും കലപ്പയും തമ്മിലുള്ള പോരാട്ടം എന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ട്? പഹാരിയാസും സാന്താളുകളും തമ്മിലുള്ള ബന്ധത്തെയാണ് പറയുന്നത് അല്ലേ. നമ്മൾ സാന്താളുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചു. ഇവിടെ നിന്നാണ് പഹാരിയാസിനെ കുറിച്ചും പറയുന്നുണ്ട്. കൊളോണിയൽ കാലഘട്ടത്തിൽ കാർഷിക മേഖലകൾ അവയുടെ അതിരുകൾ കടന്ന് വ്യാപിക്കുകയുണ്ടായി. മേച്ചിൽപ്പുറങ്ങളിലേക്കും രാജ്മഹൽ കുന്നുകളിലെ കാടുകളിലേക്കുമെല്ലാം അത് വ്യാപിച്ചു. കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ വ്യാപനം പലതരം സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കി. നമ്മൾ പറഞ്ഞു രാജ്മഹൽ കുന്നുകളിലേക്കൊക്കെ ആര് പോകാണ്? സാന്താൾക്കാർ പോകുന്നു ഒക്കെ പറഞ്ഞു അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൈക്കോട്ടും കലപ്പയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അത് വാസ്തവത്തിൽ പഹാരിയാസും സാന്താളുകളും തമ്മിലുള്ള പോരാട്ടമാണ്. അപ്പോൾ പഹാരിയാസും സാന്താളുകളും തമ്മിലുള്ള പോരാട്ടത്തെയാണ് എന്നറിയപ്പെടുന്നത് കൈക്കോട്ടും കലപ്പയും തമ്മിലുള്ള പോരാട്ടം എന്നറിയപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഫ്രാൻസിസ് ബുക്കാനൽ
ബംഗാളിലെ രാജ്മഹൽ കുന്നുകളിലൂടെ സഞ്ചരിക്കുകയുണ്ടായി. ബുക്കാനൻ ചെന്ന സ്ഥലങ്ങളിലെല്ലാം ജനങ്ങൾ ശത്രുതയോടെയാണ് അദ്ദേഹത്തോടെ പെരുമാറിയത്. അവർക്ക് ഉദ്യോഗസ്ഥന്മാരെ സംശയമായിരുന്നു. അവരോട് സംസാരിക്കാൻ പോലും അവർ ഒരുക്കമായിരുന്നില്ല. എന്താ പറയുന്നത്? ഫ്രാൻസിസ് ബുക്കാനൻ ബംഗാളിലെ രാജ്മഹൽ കുന്നുകളിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് എല്ലാവരും ജനങ്ങളൊക്കെ ശത്രുതയോടെയാണ് പെരുമാറിയത്. കാരണം എന്താണ്? ഇവർക്ക് ഈ ഉദ്യോഗസ്ഥരൊക്കെ സംശയമാണ്. അതിനാൽ തന്നെ ഇവരോട് അങ്ങനെ അധികം സംസാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഔദ്യോഗിക രേഖകളിൽ ഈ കുന്നിൻ പ്രദേശത്ത് അധിവസിച്ചിരുന്ന ജനങ്ങളെ പഹാരിയാസ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കുന്നിൻ വശത്ത് താമസിക്കുന്ന ആൾക്കാരെ, ഗോത്ര ജനതയെ പഹാരിയാസ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ബുക്കാനൻ്റെ ജേണൽ പഹാരിയാസിനെ കുറിച്ച് ധാരാളം വിവരങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ പഹാരിയാസിനെ കുറിച്ച് പറയുന്നത് ഈ ബുക്കാനൻ്റെ ജേണലാണ് അല്ലേ. ബുക്കാനാണ് എഴുതിയിട്ടുള്ള കാര്യങ്ങളിലാണ് പഹാരിയാസിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം കണ്ട സ്ഥലങ്ങൾ, ഇടപഴകിയ ജനങ്ങൾ, അവരുടെ ആചാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ജനങ്ങളുടെയോ സ്ഥലങ്ങളുടെയോ സുദീർഘ ചരിത്രത്തെക്കുറിച്ച് ബുക്കാനൻ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അതിനാൽ പഹാരിയാസിന്റെ ചരിത്രം പുനർനിർമ്മിക്കുന്നതിന് 18-ാം നൂറ്റാണ്ടിലെ റവന്യൂ രേഖകളെ ചരിത്രകാരന്മാർക്ക് ആശ്രയിക്കേണ്ടി വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ബുക്കിൽ ഇവരുടെ സ്ഥലങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇവരുടെ ഈ ജനങ്ങളെ കുറിച്ചിട്ടോ ഒന്നും അങ്ങനെ പറയുന്നില്ല. അതിനാൽ തന്നെ എന്താണ്, ഈ റവന്യൂ രേഖകൾ നോക്കിയിട്ടൊക്കെയാണ് പിന്നീട് ഇവരെ കുറിച്ചിട്ടൊക്കെ പറയുന്നുള്ളത്. ഇനി പഹാരിയാസ് രാജ്മഹൽ കുന്നുകളിലാണ് താമസിച്ചിരുന്നത്. ഉപജീവനത്തിനായി കാടുകളെയാണ് ആശ്രയിച്ചിരുന്നത്. വനവിഭവങ്ങളായിരുന്നു അവരുടെ ഭക്ഷണം. അവർ സ്ഥലമാറ്റം കൃഷിയും ചെയ്തിരുന്നു. പഹാരിയാസ് രാജ്മഹൽ കുന്നുകളിലാണ് താമസിക്കുന്നത്. അവർ കൂടുതലായിട്ട് വനത്തിനെയാണ് അല്ലേ, കാടുകളെയാണ് ആശ്രയിക്കുന്നത്. അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് വനത്തിലുള്ള വിഭവങ്ങൾ തന്നെയാണ്. വനങ്ങൾ വെട്ടിത്തെളിച്ച് മണ്ണ് കൈക്കോട്ട് കൊണ്ട് ഇളക്കി പയറുവർഗ്ഗങ്ങളും തിന പോലെയുള്ള ധാന്യങ്ങളും അവർ കൃഷി ചെയ്തു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഭൂമിയുടെ ഫലഭൂയിഷ്ടി വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവയെ തരിശായിട്ട് അവർ പുതിയ പ്രദേശങ്ങളിലേക്ക് നീങ്ങി. അപ്പോൾ ഇവരെ അവിടെ കുറേ കൃഷിയൊക്കെ ചെയ്തു. അതിനുശേഷം ഭൂമിയുടെ ഫലഭൂയിഷ്ഠത പോയിട്ടുണ്ടാവും അല്ലേ. എല്ലാതും എന്താണ്, കുറേ സസ്യങ്ങളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ ഫലഭൂയിഷ്ഠത പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവർ വേറെ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അവിടെ കൃഷി ചെയ്യാൻ പോവാണ്. പഹാരിയാസ് ഭക്ഷണത്തിനായിട്ട് മഹുവ എന്ന പേരുള്ള പൂക്കൾ കാടുകളിൽ നിന്നും ശേഖരിച്ചിരുന്നു. മഹുവ എന്ന് പറയുന്ന ഒരു പൂക്കളൊക്കെ ഇവർ ശേഖരിച്ചിട്ടുണ്ട് ഭക്ഷണത്തിനായിട്ട്. അതുപോലെ പട്ടുനൂൽ പുഴുവിനെ കൂടുകൾ, മരക്കറ എന്നിവ വിൽപ്പനയായും വിറക് കരി ഉൽപ്പാദിപ്പിക്കാനായും അവർ ശേഖരിച്ചു. കാടുകളിലെ പുൽപ്പരപ്പുകളിൽ അവർ കാലികളെയും വെച്ചു. വേട്ടക്കാർ, സ്ഥലംമാറ്റ കൃഷിക്കാർ, ഭക്ഷണം ശേഖരിക്കുന്നവർ, കരി ഉൽപാദകർ, പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നവർ എന്നീ നിലകളിലെല്ലാം പഹാരിയാസിന്റെ ജീവിതം കാടുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ കാടുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് അല്ലേ. വേട്ടക്കാർ, സ്ഥലംമാറ്റ കൃഷിക്കാർ, ഭക്ഷണം ശേഖരിക്കുന്നവർ, കരി ഉൽപാദകരൊക്കെ എന്നാണ് ഈ കാടുമായി ബന്ധപ്പെട്ടവരാണ്. അതിനാൽ തന്നെ നമുക്ക് പറയാം പഹാരിയാസ് എന്ന് പറയുന്നത് കാടുമായി ബന്ധപ്പെട്ടവരാണ്. പുളിമരത്തോപ്പുകൾക്കുള്ളിൽ കുടിൽ കെട്ടിയാണ് അവർ താമസിച്ചിരുന്നത്. ഈ വനപ്രദേശത്തെ തങ്ങളുടെ ഭൂമിയായിട്ട് തന്നെയാണ് അവർ കണ്ടിരുന്നത്. പുറമേ നിന്നുള്ളവർ തങ്ങളുടെ പ്രദേശത്തേക്ക് അതിക്രമിച്ച് കടക്കുന്നതിനെ പഹാരിയാസ് ശക്തമായി എതിർത്തിരുന്നു. പഹാരിയാസിനെ നയിച്ചിരുന്നത് മൂപ്പന്മാരാണ്. അവർക്കിടയിലെ ഗണങ്ങളിൽ മൂപ്പന്മാർ ഐക്യം നിലനിർത്തി. അപ്പോൾ വേറെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നത് തടഞ്ഞിട്ടുണ്ടായിരുന്നു ആര്? പഹാരിയാസിലെ. മറ്റു ഗോത്രങ്ങളുമായിട്ടും സമതലങ്ങളിലെ ജനങ്ങളുമായിട്ടും പഹാരിയാസ് നടത്തിയ യുദ്ധങ്ങളെ നയിച്ചത് ആരാണ്? മൂപ്പന്മാരാണ്. അവരുടെ തലവൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? പഹാരിയാസിന്റെ തലവന്മാർ എന്നറിയപ്പെടുന്നത് മൂപ്പന്മാരെയാണ്. ക്ഷാമകാലങ്ങളിൽ പഹാരിയാസ് സമതലങ്ങളിൽ ആക്രമണങ്ങൾ നടത്തി അവിടെയാണ് അധിവാസ കൃഷിക്കാർ താമസിച്ചിരുന്നത്. ഈ ആക്രമണങ്ങൾ അവരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായിരുന്നു. മറ്റു ചില ലക്ഷ്യങ്ങളും ഈ ആക്രമണങ്ങൾക്ക് പുറകിലുണ്ടായിരുന്നു. സമതലത്തിൽ സ്ഥിരമായി അധിവസിക്കുന്ന ജനസമൂഹങ്ങളുടെ മേൽ തങ്ങളുടെ അധികാരം സ്ഥാപിക്കാനുള്ള ഒരു മാർഗമായിരുന്നു ഈ ആക്രമണങ്ങൾ. അവിടെ ഉള്ള ജനസമൂഹങ്ങളുടെ ഒക്കെ മേലിൽ അധികാരം സ്ഥാപിക്കാൻ ആര് ചെയ്യുന്നത്? പഹാരിയാസ് ചെയ്യുന്നില്ലേ. സമതലങ്ങളിലെ സെമീന്ദാർമാർ പഹാരിയാസിന്റെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി അവരുടെ മൂപ്പന്മാർക്ക് കൃത്യമായി കപ്പം കൊടുത്തിരുന്നു. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ ആക്രമണം തടയുന്നതിന് വേണ്ടിയിട്ട് സെമീന്ദാർമാർ എന്ത് ചെയ്തിരുന്നു? കപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ നിയന്ത്രണത്തിലുള്ള ചുരങ്ങളിലൂടെ സഞ്ചരിക്കാൻ അനുവാദം ലഭിക്കുന്നതിന് കച്ചവടക്കാർ അവർക്ക് ചെറിയൊരു സംഖ്യ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന് പകരമായി പഹാരിയാസിനെ മൂപ്പന്മാർ കച്ചവടക്കാർക്ക് സംരക്ഷണമേകി. എന്നാൽ ഇത്തരത്തിലുള്ള സമാധാനം അധികകാലം നീണ്ടു നിന്നില്ല. ബ്രിട്ടീഷുകാരുടെ കടന്നുവരവോടെ എല്ലാം തകിടം മറിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. വേറെ ജനതയൊന്നും ഇവിടെ ഇങ്ങോട്ട് കയറുന്നത് ഇവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനാൽ തന്നെ എന്താണ്, മൂപ്പന്മാരാണ് ഇവരുടെ നേതാവെന്ന് അറിയപ്പെടുന്നത്. പക്ഷേ ഈ മൂപ്പന്മാർ തമ്മിൽ കുറച്ച് ധാരണകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അതിലൂടെ പോകുന്നതിനായിട്ടൊക്കെ കുറച്ച് ധാരണകളിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, കപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിന് ശേഷം ആര് വരാണ്? ബ്രിട്ടീഷുകാർ വരാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പതിറ്റാണ്ടുകളിൽ കിഴക്കേ ഇന്ത്യയിൽ അധിവാസ കൃഷി വൻതോതിൽ വികാസം പ്രാപിച്ചു.
കാട് വെട്ടിത്തെളിക്കുന്നതിനെ ബ്രിട്ടീഷുകാർ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. സെമീന്ദാർമാരും ചോട്ടേദാർമാരും ധരിച്ചു ഭൂമികളെല്ലാം നെൽപ്പേടങ്ങളാക്കി മാറ്റി. അപ്പോൾ കാട് വെട്ടിത്തെളിക്കാൻ പോവുകയാണ്. കാട് വെട്ടിത്തെളിക്കാൻ ബ്രിട്ടീഷുകാർ പറയാണ്. അപ്പോൾ സെമീന്ദാർമാരും ചോട്ടേദാർമാരൊക്കെ ഇതിനു വേണ്ടി സഹായിക്കുകയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അധിവാസ കൃഷിയുടെ വ്യാപനം വളരെ അത്യാവശ്യമായൊരു കാര്യമായിരുന്നു. കൂടുതൽ ഭൂനികുതി ലഭിക്കാനും കയറ്റുമതിക്ക് ആവശ്യമായ വിളകൾ ഉൽപ്പാദിപ്പിക്കാനും ഇത് അവരെ സഹായിച്ചു. മാത്രമല്ല സുസ്ഥിരവും സമാധാനവുമുള്ള ഒരു സമൂഹം നിലനിൽക്കുന്നതിനും അധിവാസ കൃഷിയുടെ പുരോഗതി അത്യാവശ്യമായിരുന്നു. വനവാസികളെ ഭരിക്കാൻ വിഷമമുള്ള പ്രാകൃതക്കാരായാണ് ബ്രിട്ടീഷുകാർ കണ്ടിരുന്നത്. അവരെ മെരുക്കാനും സംസ്കാര സമ്പന്നരാക്കാനും ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചു. ഇതിനായി നായാട്ട് ഉപേക്ഷിക്കാനും കലപ്പ ഉപയോഗിച്ചുള്ള കൃഷിയിലേക്ക് തിരിയാനും അവർ വനവാസികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അധിവാസ കൃഷി വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ വനഭൂമിയും മേച്ചിൽപ്പുറങ്ങളും കുറഞ്ഞു വന്നു. അധിവാസ കൃഷി എന്ന് വെച്ചാൽ കൃഷി ചെയ്യാനല്ലേ, അപ്പോൾ വനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുമല്ലോ അല്ലേ. വനങ്ങളും മേച്ചിൽപ്പുറങ്ങളൊക്കെ കുറഞ്ഞു. കുന്നുകളിൽ താമസിക്കുന്നവരും അധിവാസ കൃഷിക്കാരും തമ്മിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായി. കുന്നുകളിലെ നിവാസികൾ അധിവാസ ഗ്രാമങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. പഹാരിയാസിനെ നിയന്ത്രിക്കാനും കീഴടക്കാനും ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. അതത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഒടുവിൽ പഹാരിയാസിനെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാനുള്ള ക്രൂരമായൊരു നയം ബ്രിട്ടീഷുകാർ ആരംഭിച്ചു. പഹാരിയാസിനെ അവർ വേട്ടയാടുകയും തേടി പിടിച്ച് കൊല്ലുകയും ചെയ്തു. എന്നാൽ ഈ നയവും പരാജയമായിരുന്നു. അങ്ങനെ അവസാനം എന്ത് ചെയ്യാണ്, ഇവരൊപ്പം ഒക്കെ നിന്നിട്ടുണ്ടെങ്കിലും അവസാനം എന്ത് ചെയ്യാണ്, പഹാരിയാസിനെ കൊല്ലാണ് ചെയ്യുന്നത് അല്ലേ. പഹാരിയാസിനെ അടിച്ചമർത്താനും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു അവസാനം. എന്നാൽ അനുരഞ്ജന മാർഗങ്ങൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷുകാരുടെ അനുരഞ്ജന നടപടികളെ എതിർത്ത് പഹാരിയാസ് മലമ്പ്രദേശങ്ങളുടെ ഉൾഭാഗത്തേക്ക് പിൻവാങ്ങുകയും പുറമേ നിന്നുള്ളവരുമായിട്ടുള്ള യുദ്ധം തുടരുകയും ചെയ്തു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഈ നടപടികൾ, അതായത് അനുരഞ്ജന നടപടികളിലൊക്കെ ഇവർ ഓക്കെ പറഞ്ഞു അല്ലേ. അല്ല ഓക്കെ അല്ലല്ലോ പറയുന്നത്, എതിർക്കാണ് ചെയ്യുന്നത്. എതിർത്തിട്ട് എങ്ങോട്ട് പോവാണ്, പഹാരിയാസ് മലപ്രദേശങ്ങളുടെ ഉൾഭാഗത്തേക്ക് പോവാണ്. എന്നിട്ട് ഒളിപ്പോരാട്ടം നടത്താണ് അല്ലേ, ഒളിപ്പോരാട്ടം നടത്താണ്. പുറമേ നിന്നുള്ളവരുമായിട്ടുള്ള യുദ്ധം തുടരാണ്. ഈ സാഹചര്യത്തിലാണ് ബുക്കാനൻ അവരുടെ പ്രദേശങ്ങൾ സന്ദർശിച്ചത്. ആര് പറഞ്ഞു, ബുക്കാനൻ നേരത്തെ കണ്ടല്ലോ അല്ലേ, ബുക്കാനൻ. ഓക്കെ, അപ്പോൾ ആ സമയത്താണ് അദ്ദേഹം പോകുന്നത്. അതിനാൽ തന്നെ അദ്ദേഹത്തെ എല്ലാവരും എന്താണ് അവിശ്വാസത്തോടെയാണ് കാണുന്നത്. ഒരു ഉദ്യോഗസ്ഥനാണ് വരുന്നത് അല്ലേ. ഓരോ വെള്ളക്കാരനെയും തങ്ങളുടെ ജീവിത മാർഗവും നിലനിൽപ്പും തകർക്കാൻ വന്ന തങ്ങളുടെ വനങ്ങളും ഭൂമികളും തട്ടിപ്പറിക്കാൻ വന്ന ബ്രിട്ടീഷ് ഏജന്റായാണ് അവർ കണ്ടത്. ഈ സമയത്ത് പുതിയൊരു ആപത്ത് കൂടി പഹാരിയാസിനെ നേരിടേണ്ടി വന്നു. സന്താളുകൾ അവരുടെ പ്രദേശങ്ങളിലേക്ക് കൂട്ടത്തോടെ കടന്നു കയറാൻ തുടങ്ങി. അപ്പോൾ ആദ്യം പഹാരിയാസാണ് ഈ വനപ്രദേശങ്ങൾ രാജ്മഹൽ കുന്നുകളിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാരൊക്കെ വന്ന് എല്ലാവരും പോയെങ്കിലും പിന്നീട് അവസാനം ആര് വരുന്നുണ്ട്, സാന്താളുകൾ വരുന്നുണ്ട്. അവർ കാടുകൾ വെട്ടിത്തെളിക്കുകയും മരങ്ങൾ മുറിക്കുകയും ഭൂമി ഉഴുതുമറിച്ച് നെല്ലും പരുത്തിയും കൃഷി ചെയ്യുകയും ചെയ്തു. കുന്നുകളുടെ കീഴ്ഭാഗം സാന്താളുകൾ കൈയടക്കിയപ്പോൾ പഹാരിയാസ് രാജ്മഹൽ കുന്നുകളുടെ ഉൾഭാഗങ്ങളിലേക്ക് പിൻവാങ്ങി. അങ്ങനെ രാജ്മഹൽ കുന്നുകളുടെ കീഴ്ഭാഗം ആര് കൈയടക്കി, സാന്താളുകൾ കൈയടക്കി. അപ്പോൾ പഹാരിയാസ് ഉൾഭാഗങ്ങളിലേക്ക് പോകുകയാണ്. പഹാരിയാസ് കൈക്കോട്ട് ഉപയോഗിച്ചാണ് സ്ഥലമാറ്റ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കൈക്കോട്ട് അവരുടെ ജീവിതത്തിന്റെ പ്രതീകമായി തീർന്നു. എന്നാൽ സാന്താളുകളോ കലപ്പ് ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. സാന്താളുകൾ കലപ്പ് ഉപയോഗിച്ചിട്ട്, പഹാരിയാസ് കൈക്കോട്ട് ഉപയോഗിച്ചിട്ടാണ്. സ്വാഭാവികമായും കലപ്പ് അവരുടെ ജീവിതത്തിന്റെ പ്രതീകമായി മാറി. പഹാരിയാസും സാന്താളുകളും തമ്മിലുള്ള പോരാട്ടം, അതിനാൽ തന്നെ കൈക്കോട്ടും കലപ്പയും തമ്മിലുള്ള പോരാട്ടമായിട്ട് ചിത്രീകരിക്കണം. നെക്സ്റ്റ് ആരാണ് സാന്താളുകൾ? പറഞ്ഞേ, സാന്താൾ കലാപം പറഞ്ഞല്ലോ. 1810 ഫ്രാൻസിസ് ബുക്കാനൻ രാജ്മഹൽ മലനിരകളുടെ ഒരു ഭാഗമായ ഗഞ്ചൂറിയ പഹൻ കടന്ന ഒരു ഗ്രാമത്തിലെത്തി. ഇവിടുത്തെ കാർഷിക വളർച്ച കണ്ട്, പ്രത്യേകിച്ച് പുകയിലയുടെയും കടുകിൻ്റെയും കൃഷിയുടെ അഭിവൃദ്ധിയൊക്കെ കണ്ട് ബുക്കാനൻ വിസ്മയിച്ച് നിന്നുപോയി. ഈ കാർഷിക വികസനത്തിന് പിറകിൽ സാന്താളുകളാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. സാന്താളുകൾ 1800 ഈ പ്രദേശത്ത് എത്താൻ തുടങ്ങിയിരുന്നു. ഇവിടെ താമസിച്ചിരുന്ന മലനിവാസികളെ അവർ കുടിയൊഴിപ്പിക്കുകയും കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കുകയും ചെയ്തു. അങ്ങനെ സാന്താളുകൾ രാജ്മഹൽ കുന്നുകളുടെ അടിവാരങ്ങളിൽ അധിവാസമർപ്പിച്ചു. സാന്താളുകൾ യഥാർത്ഥത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഗോത്രവർഗ്ഗക്കാരായിരുന്നു. 1880കളിലാണ് അവർ ബംഗാളിലേക്ക് വരുന്നത്. കാടുകൾ വെട്ടിത്തെളിക്കാനും കൃഷി വ്യാപിപ്പിക്കാനും ബംഗാളിലെ സെമീന്ദാർമാർ ഇവരുടെ സേവനം ഉപയോഗപ്പെടുത്തി. കാടുകൾ വെട്ടിത്തെളിക്കാനും കൃഷി വ്യാപിക്കാനൊക്കെ ബംഗാളിലെ സെമീന്ദാർമാർ ആരുടെ സേവനം ഉപയോഗപ്പെടുത്തി? ഈ സാന്താളുകാരെയാണ് അല്ലേ, സാന്താളുകാരെയാണ് സഹായിക്കാനായിട്ട് വിളിക്കേണ്ടത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരും സാന്താളുകളെ ഉപയോഗിച്ചു. പഹാരിയാസിനെ മെരുക്കിയെടുക്കാനും അധിവാസ കൃഷിക്കാരുമായി ുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ സാന്താളുകളെ കൂട്ടിപ്പിടിച്ച് അവരെ ഒതുക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അപ്പോൾ പഹാരിയാസിനെതിരെയായിട്ട് വരുത്തുന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ് അല്ലേ. രാജ്മഹൽ കുന്നുകളിൽ അധിവാസം ഉറപ്പിക്കാൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ അവരെ ക്ഷണിച്ചു. പഹാരിയാസ് മരങ്ങൾ മുറിക്കാനോ കലപ്പ് ഉപയോഗിക്കാനോ തയ്യാറായിരുന്നില്ല. എന്നാൽ
സാന്താളുകളാകട്ടെ കാടുകൾ വെട്ടിത്തെളിക്കുകയും കലപ്പ ഉപയോഗിച്ച് ഊർജ്ജസ്വലതയോടെ നിലം ഉഴുതുമറിക്കുകയും ചെയ്തു. അപ്പോൾ പഹാരിയാസ് ആണെന്നുണ്ടെങ്കിൽ മരങ്ങൾ മുറിക്കാനോ കലപ്പ ഉപയോഗിക്കാനോ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സന്താളുകളാണെന്നുണ്ടെങ്കിലോ അവരെന്ത് ചെയ്തു, ഈ കലപ്പൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് നിലം ഉഴുതു മറിഞ്ഞു അല്ലേ, മറിച്ചു അല്ലേ. ബ്രിട്ടീഷുകാർ സന്താളുകൾക്ക് രാജ്മൽ കുന്നുകളുടെ അടിവാരങ്ങളിൽ ധാരാളം ഭൂപ്രദേശങ്ങൾ കൈമാറിയില്ലേ. അവിടെ അധിവാസം ഉറപ്പിക്കുന്നതിനായിട്ട് അവർ പ്രോത്സാഹിപ്പിച്ചു. ഈ പ്രദേശം 1832 ദാമിൻ കോഹ് എന്നറിയപ്പെടാൻ തുടങ്ങി. ദാമിൻ കോഹ് എന്നറിയപ്പെടുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാണ്ട് ദാമിൻ കോഹ് ആരുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്, സാന്താളുകളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇത് സാന്താളുകൾ ദേശമായി പ്രഖ്യാപിക്കപ്പെട്ടു. അവിടെ താമസിക്കാനും കലപ്പ് ഉപയോഗിച്ച് കൃഷി ചെയ്യുവാനും അധിവാസ കർഷകരായി മാറാനും അവരോട് ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു. ആദ്യത്തെ 10 വർഷത്തിനുള്ളിൽ തങ്ങൾക്ക് ലഭിച്ച പ്രദേശത്തിൻ്റെ 10-1 ഭാഗത്ത് കൃഷി ചെയ്യണമെന്നും ബ്രിട്ടീഷുകാർ സാന്താളുകളോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഭൂപ്രദേശമൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. പക്ഷേ എന്ത് പറഞ്ഞു, 10-1 ഭാഗത്ത് കൃഷി ചെയ്യണം, 10 വർഷത്തിനുള്ളിൽ ഈ പ്രദേശത്ത് എന്തായാലും ഇവർക്ക് വേണ്ടി കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ, 10-1 ഭാഗം അല്ലേ. ഈ ഭൂപ്രദേശത്തിൻ്റെ സർവ്വെ നടത്തുകയും ഭൂപടം തയ്യാറാക്കുകയും അതിർത്തികൾ തൂണുകൾ സ്ഥാപിച്ച് അടച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സമതലത്തിലെ അധിവാസ കൃഷിക്കാരിൽ നിന്നും കുന്നുകളിലെ പഹാരിയാസിൽ നിന്നും സാന്താളുകളെ പ്രദേശം വേർതിരിക്കപ്പെട്ടു. അപ്പോൾ എന്താണ്, അതിർത്തികളൊക്കെ നിർമ്മിക്കുകയാണ്. അങ്ങനെ പഹാരിയാസം പഹാരിയാസം സാന്താളുകളും തമ്മിലുള്ള ഒരു അതിർത്തി വരാണ്. അതായത് രണ്ട് പ്രദേശമായിട്ട് മാറാണ്. രാജ്മഹൽ കുന്നുകളുടെ പാർശ്വങ്ങളിൽ സാന്താളുകൾ അധിവാസം ഉറപ്പിച്ചപ്പോൾ പഹാരിയാസിൻ്റെ എതിർപ്പും ചെറുത്തുനിൽകളും അവർക്ക് നേരിടേണ്ടി വന്നു. സന്താളുകളുടെ വീരത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്ന പഹാരിയാസ് കുന്നുകളുടെ ഉൾഭാഗങ്ങളിലേക്ക് പിൻവാങ്ങാൻ നിർബന്ധിതരായി. മേൽക്കുന്നുകളിലെ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ വരണ്ട ഉൾപ്രദേശങ്ങളിൽ അവർ ഒതുങ്ങിക്കൂടി. ഇരുവരുടെ ജീവിതത്തെ സാരമായി ബാധിച്ച അവർക്ക് ജീവിതമാർഗം നഷ്ടപ്പെട്ടു. ദാരിദ്ര്യം ഉൾപ്പെടെയുള്ള കഷ്ടതകളും അനുഭവിക്കാൻ തുടങ്ങി. അവരുടെ ജീവിതം സ്ഥലമാറ്റം കൃഷിയെ ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത്. എന്നാൽ ഫലഭൂയിഷ്ഠുള്ള ഭൂമി മുഴുവൻ ദാമിൻ ഈ കോഹിൻ്റെ ഭാഗമായി കഴിഞ്ഞു. അങ്ങനെ പഹാരിയാസിന് അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു. വനങ്ങൾ കൃഷി ചെയ്യുന്നതിനായി വെട്ടിത്തെളിയിച്ചതിനാൽ അവർക്കിടയിലെ വേട്ടക്കാരുടെ ജീവിതവും പ്രതിസന്ധിയിലായി. അതേസമയം സാന്താളുകൾ അവരുടെ അലഞ്ഞു തിരിഞ്ഞുള്ള ആദ്യകാല ജീവിതം ഉപേക്ഷിക്കുകയും ദാമിൻ കോഹിൽ സ്ഥിരവാസം ഉറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ദാമിൻ കോഹിലാണ് ഫലഭൂയിഷ്ഠിതമായിട്ടുള്ള മണ്ണൊക്കെ ഉണ്ടായിരുന്നത്. ആ കാലത്ത് നിന്ന് രാജ്മഹൽ ആരെയാണ്, സാന്താളുകളെ അല്ലേ, പഹാരിയാസിനെ അവിടെ നിന്ന് ഓടിക്കുകയാണ്. അങ്ങനെ സന്താളുകൾ അവരെ സ്ഥിരവാസം ഉറപ്പിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ആൾക്കാരാണ് സന്താളുകൾ. പക്ഷേ ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു കൃഷിയൊക്കെ ആരംഭിച്ചു. അങ്ങനെ ദാമിൻ കോഹിനൊക്കെ ലഭ്യമായി. അപ്പോൾ അതിനുശേഷം ഇവരുടെ ജീവിതം എന്താണ്, നല്ല ഇതിലേക്ക് മാറാണ്. പക്ഷേ എന്താണ്, പഹാരിയാസിൻ്റെ ജീവിതം ആകെ മോശകരമായിരുന്നു അല്ലേ. കച്ചവടക്കാരുമായും പണം പലിശ കൊടുക്കുന്നവരുമായും ഇടപെട്ടുകൊണ്ട് അവർ വിപണിയെ ലക്ഷ്യമാക്കിയുള്ള വാണിജ്യവിളകൾ കൃഷി ചെയ്തു. നെക്സ്റ്റ്, സാന്താൾ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്, അവരുടെ നേതാക്കൾ ആരൊക്കെയാണ്, കലാപത്തിൻ്റെ ഫലങ്ങൾ വിശദീകരിക്കുക. തങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന യാഥാർത്ഥ്യം സാന്താളുകൾ തിരിച്ചറിഞ്ഞു. അധ്വാനിച്ചുണ്ടാക്കിയ കൃഷിയിടങ്ങൾ തങ്ങളുടെ കൈപ്പിടിയിൽ നിന്നും വഴുതി പോവുകയാണെന്ന് അവർ മനസ്സിലാക്കി. ഗവൺമെൻറ് സന്താളുടെ ഭൂമിയിൽ നിന്ന് കനത്ത ഭൂനികുതി ഈടാക്കി. കൂടാതെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും പോലീസും അവരെ പീഡിപ്പിച്ചു. സന്താളുകളെ ഹുണ്ടികക്കാരും ചൂഷണം ചെയ്തു. സന്താളുകളിൽ നിന്ന് അവർ ഉയർന്ന നിരക്കിൽ പലിശ ഈടാക്കി. വായ്പയും പലിശയും തിരിച്ചടയ്ക്കാൻ കഴിയാതിരുന്നവരുടെ ഭൂമികൾ അവർ പിടിച്ചെടുത്തു. സെമീന്ദാർമാരുടെ ചൂഷണത്തിനും സന്താളുകൾ ഇരയായി. സെമീന്ദാർമാരും അവരുടെ ഏജന്റുമാരും ദാമിൻ ഈ കോഹ് പ്രദേശത്തെ അവരുടെ ആധിപത്യവും നിയന്ത്രണവും സ്ഥാപിച്ചു. അവർ സന്താളുകളെ നിഷ്കരുണം ചൂഷണം ചെയ്തു. കച്ചവടക്കാരും സന്താളുകളെ ചൂഷണം ചെയ്യുകയുണ്ടായി. എന്താ പറയുന്നത്, അങ്ങനെ അവസാനം അവർക്ക് മനസ്സിലായി ബ്രിട്ടീഷുകാരൊക്കെ ഞങ്ങൾ എന്താണ് മുതലെടുക്കുകയാണ് ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാവാണ്. അതായത് ഇവർക്ക് വലിയ നികുതി ഇവരിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും അതായത് മഹാജന്മാരെല്ലാവരും എന്താണ് ഇവരിൽ നിന്ന് നന്നായിട്ട് ഉയർന്ന നിരക്കിൽ പലിശ ഈടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വായ്പയും പലിശയും തിരിച്ചെടുക്കാൻ പറ്റാണ്ടിരുന്നു. അപ്പോൾ ഈ ഭൂമികളൊക്കെ പിടിച്ചെടുക്കുകയാണ്. പിന്നെ സെമീന്ദാർമാരുടെ ചൂഷണത്തിനും ഇവർ ഇരയാവുന്നുണ്ട്. കച്ചവടക്കാരും സന്താളുകളെ ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. റെയിൽ റോഡ് നിർമ്മാണത്തിനായി സന്താളുകളെ പണിയെടുപ്പിച്ചിരുന്ന യൂറോപ്യന്മാർ അവർക്ക് കൂലിയൊന്നും കൊടുക്കാതെ വഞ്ചിച്ച് റെയിൽവേ സൈറ്റുകളിൽ സന്താൾ സ്ത്രീകൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു. 1850 ചൂഷണം സന്താളുകൾക്ക് അസഹ്യമായി തുടങ്ങി. ചൂഷകരായ സെമീന്ദാർമാർക്കും ഹുണ്ടിയക്കാർക്കും കൊളോണിയൽ ഭരണകൂടത്തിനുമെതിരെ പോരാടാൻ തീരുമാനിച്ചു. സ്വന്തം ഗവൺമെൻറ്റോട് കൂടിയ ഒരു ആദർശ ലോകം തങ്ങൾക്കായി പടുത്തുയർത്താൻ അവർ ആഗ്രഹിച്ചു. തുടക്കത്തിൽ അവരുടെ പ്രതിഷേധങ്ങൾ സെമീന്ദാർമാരുടെയും ഹൂണ്ടിയക്കാരുടെയും വീടുകൾ കവർച്ച ചെയ്യുന്നതിൽ മാത്രമായി ഒതുങ്ങുന്നു. എന്നാൽ സന്താളുകളെ അടിച്ചമർത്താൻ ഗവൺമെൻറ് ശ്രമിച്ചപ്പോൾ എന്ത് ചെയ്തു, കലാപം കുറച്ചും കൂടിയും ശക്തമാവാണ്. പോലീസ്, സെമീന്ദാർമാർ, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ, റെയിൽവേ എഞ്ചിനീയർമാർ എന്നിവരെ കലാപകാരികളെ ആക്രമിച്ചു. കൂടാതെ സന്താളുകൾ സ്വന്തം സൈന്യങ്ങളെ രൂപീകരിക്കുകയും അവരുടെ പീഡകർക്കെതിരെ ഗറില്ലാ പോരാട്ടം സംഘടിപ്പിക്കുകയും ചെയ്തു. സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് 2 സഹോദരന്മാരാണ്, സിദ്ധുവും കാനുവും. കലാപം 6 മാസത്തോളം നീണ്ടുനിന്നു. ഒടുവിൽ കലാപത്തെ കൊളോണിയൽ ഗവൺമെന്റ് അടിച്ചമർത്തി. സന്താൾ കലാപം 1855-56 സമയത്ത് അടിച്ചമർത്തിയതിനു ശേഷം കൊളോണിയൽ ഗവൺമെന്റ് സന്താളുകൾക്കായിട്ട് ഒരു പുതിയ പ്രദേശം രൂപീകരിച്ചു കൊടുത്തു. അതാണ് സന്താൾ ഫർഗാന. സന്താളുകളുടെ ക്ഷേമത്തിന് വേണ്ടി ചില പ്രത്യേക നിയമങ്ങളും ഗവൺമെന്റ് നടപ്പിലാക്കി. ക്ലിയർ ആണല്ലോ.
ഇനി എന്താണ് ഡെക്കാൻ ലഹളകൾ? അതിനെക്കുറിച്ച് നമുക്ക് പറയുന്നില്ല അല്ലേ, പഠിച്ചിട്ടില്ല അല്ലേ. ഡെക്കാൻ ലഹള എന്ന് വെച്ചാൽ എന്താണ്? 19ാം നൂറ്റാണ്ടിലുടനീളം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഹൂഡിയക്കാർക്കും ധാന്യ ഇടപാടുകാർക്കുമെതിരെ കർഷകർ കലാപങ്ങൾ നടത്തി. അത്തരൊരു കലാപമാണ് 1875 ഡെക്കാനിൽ സംഭവിച്ചത്. ഡെക്കാൻ ലഹളകൾ പ്രധാനമായും ഹൂഡിയക്കാരുടെ ചൂഷണങ്ങൾക്കെതിരെയുള്ള കലാപങ്ങളായിരുന്നു. ഇനി ഹുണ്ടിയക്കാർ കർഷകരിൽ നിന്നും അമിതമായ പലിശ നിരക്ക് ഈടാക്കി. അവർ കണക്കുകളിൽ കൃത്രിമം കാണിക്കുകയും വായ്പ തിരിച്ചെടുക്കുമ്പോൾ രശീത് നൽകുവാൻ വിസമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? കർഷകരുടെ വിളവുകൾ കുറഞ്ഞ വിലയ്ക്ക് കൈവശപ്പെടുത്തി. ഒടുവിൽ കർഷകരുടെ എല്ലാ സമ്പത്തും ആരുടെ കയ്യിലാവാണ്? ഇവരുടെ കയ്യിലാവാണ് അല്ലേ. എങ്കിലും ഈ കലാപം യഥാർത്ഥത്തിൽ ഉത്ഭവിച്ചത് ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിൽ നിന്നാണ്. ഡെക്കാനിലെ പൂനാൻ ജില്ലയിലെ ഒരു വലിയ ഗ്രാമമായ സുപ്പയിലാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. ധാരാളം കച്ചവടക്കാരും ഹൂണ്ടിയക്കാരും ജീവിച്ചിരുന്ന കച്ചവട കേന്ദ്രമായിരുന്നു അത്. 1875 മെയ് 12-ാം തീയതി ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള കലാപകാരികൾ സംഘടിച്ച് കച്ചവടക്കാരെ ആക്രമിക്കുകയും ബാഹ്യഗഡാസും കടപത്രങ്ങളും ആവശ്യപ്പെടുകയും ചെയ്തു. അവർ കണക്ക് പുസ്തകങ്ങൾ കത്തിക്കുകയും ധാന്യക്കടകൾ കൊള്ളയടിക്കുകയും അതുപോലെ തന്നെ സഹൂക്കാർസിൻ്റെ വീടുകൾക്ക് തീ വയ്ക്കുകയും ചെയ്തു. പൂനെയിൽ നിന്ന് ഈ കലാപം അഹമ്മദ് നഗറിലേക്ക് വ്യാപിച്ചു. അടുത്ത 2 മാസങ്ങൾക്കുള്ളിൽ കലാപം കൂടുതൽ വ്യാപിക്കുകയും ഏതാണ് 6500 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്തേക്ക് പടരുകയും ചെയ്തു. 30-ലധികം ഗ്രാമങ്ങളെ ഇത് ബാധിച്ചു. എല്ലായിടത്തും കലാപത്തിന് ഒരേ മാതൃകയായിരുന്നു. സഹൂക്കർമാരെ ആക്രമിക്കുക, കണക്ക് പുസ്തകങ്ങൾ കത്തിക്കുക, കടപ്പത്രങ്ങൾ നശിപ്പിക്കുക. കർഷക ആക്രമണങ്ങളിൽ ഭയചകിതരായി സാഹുക്കാർമാർ പോലും പലപ്പോഴും അവരുടെ സ്വത്തും സമ്പാദ്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഗ്രാമങ്ങളിൽ നിന്നും പലായനം ചെയ്തു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കലാപകാരികളായ കർഷകരെ ഭയപ്പെടുത്തി കീഴടക്കുന്നതിന് ഗ്രാമങ്ങൾ തോറും പോലീസ് കാവൽ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. സൈന്യത്തെ ഉപയോഗിച്ച് കലാപത്തെ അടിച്ചമർത്തി. ഇതൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുണ്ടായിരുന്നതിനാൽ തന്നെയാണ് ഇവിടെ എന്ത് വരുന്നത്? ഈ ഡെക്കാൻ കലാപം, ഡെക്കാൻ ലഹളകൾക്ക് കാരണമാകുന്നത്. നെക്സ്റ്റ്, റേറ്റ് വാരി സമ്പ്രദായത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ബ്രിട്ടീഷുകാർ ബോംബെ ഡെക്കാനിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ്. കർഷകരുമായി നേരിട്ട് നടത്തിയ ഒരു ഭൂനികുതി വ്യവസ്ഥയായിരുന്നു ഇത്. കർഷകരും ഗവൺമെൻറ്റിനും ഇടയിൽ ഇടനിലക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. കർഷകർ ഗവൺമെൻറ്റിന് നേരിട്ട് നികുതി നൽകണം. നികുതി നിശ്ചയിക്കുന്നതിന് പലതരം ഭൂമിയിൽ നിന്ന് കർഷകന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ശരാശരി കണക്കാക്കി കർഷകനെ നികുതി നൽകാനുള്ള ശേഷിയും വിലയിരുത്തപ്പെട്ടു. അതിനുശേഷം വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഗവൺമെൻറ്റിൻ്റെ വിഹിതമായി നിശ്ചയിച്ചു. ഓരോ 30 വർഷം കൂടുമ്പോഴും ഭൂമികളിൽ പുനഃസർവേ നടത്തുകയും നികുതി നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഉയർന്ന ഭൂനികുതി നിരക്ക് നിശ്ചയിച്ചതിനാൽ ഈ വ്യവസ്ഥയും കർഷകന് ആശ്വാസം നൽകിയില്ല. ഇനി ആരാണ് ഫ്രാൻസിസ് ബുക്കാനൻ? ഫ്രാൻസിസ് ബുക്കാനൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഉദ്യോഗസ്ഥനാണ്. ബംഗാൾ ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാര പരിധിയിലുള്ള പ്രദേശങ്ങളുടെ വിശദമായ സർവേ അദ്ദേഹം നടത്തുകയുണ്ടായി. ബംഗാളിലെ രാജ്മഹൽ കുന്നുകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. ബുക്കാനൻ്റെ ജേണൽ ബഹാരിയാസിനെ കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ നൽകുന്നുണ്ട്. അദ്ദേഹം കണ്ട സ്ഥലങ്ങൾ, ഇടപഴകിയ ജനങ്ങൾ, അവരുടെ ആചാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പ്രധാനപ്പെട്ട ഗോത്രവർഗ്ഗക്കാരെ കുറിച്ചിട്ടും ഗോത്രവർഗ്ഗക്കാരെ കുറിച്ചിട്ടും അവിടെ ഉണ്ടായിരുന്ന കലാപങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഭൂനികുതി വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത്. ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നുള്ളൂ. നമുക്ക് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്ക് ഇതാണ്, INC ആണ്. INCനെ കുറിച്ചിട്ട് അങ്ങനെ അധികം എനിക്ക് തോന്നുന്നു SCERT പറയുന്നുണ്ട്. SCERT NCERT നോക്കേണ്ടി വരും, NCERT ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്സ് ആയിട്ട് വരാം കേട്ടോ.